മിസ്റ്റർ മാത്യൂസ്, നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ആ മോഡൽ ശരിയാവില്ല. ബോഡി ഫിറ്റ്നസിന്റെ കാര്യത്തിൽ പോലും ഷീസ് ബിലോ ആവറേജ്. നമ്മൾ ചെയ്യുന്ന പരസ്യത്തിന് അതിൻ്റെതായ ക്വാളിറ്റി വേണം. എസ്റ്റാബ്ലിഷ് മോഡൽസ് അല്ല നമുക്ക് വേണ്ടത്. എ ഫ്രഷ് ന്യൂ ഫേസ്, എ ഗോർജിയസ് ലുക്കിംഗ് ഡാംസൽ ലൈക്ക് ദ ഹെലൻ ഓഫ് ട്രോയ്. അതാണ് എന്റെ മനസ്സിലെ കൺസെപ്റ്റ്. ഓക്കെ, പിന്നെ വിളിക്ക്. അറിയാതെ പറ്റിപ്പോയതാ. അയ്യോ, പിടിക്കാനല്ല, തടവാൻ വേണ്ടി വന്നതാ. That long one. Thank you. Welcome. Sir, please. എന്താ ഇത്? ലക്കി കൂപ്പൺ, ഫെസ്റ്റിവൽ ഓഫറാ. 5 കിലോ സ്വർണ്ണ പ്രൈസ്. ഓക്കെ, താങ്ക് യു. ഇത് എന്റെ കൂപ്പൺ അല്ലല്ലോ, പേര് വേറെയാ. ഓ സോറി, ഇത് അഖില മാഡത്തിന്റെയാ. ഇപ്പൊ പോയില്ലേ പെൺകുട്ടി? ഡേവിഡ്, വെയിറ്റ് ചെയ്യൂ സർ, ഇപ്പൊ മാറ്റിത്തരാം. ഏയ്, ഇറ്റ്സ് ഓക്കെ, ഐ നോ ഹർ. ഞാൻ കൊടുത്തോളാം. താങ്ക് യു സർ. ഹലോ, കൂപ്പൺ, ലക്കി കൂപ്പൺ. ചേട്ടാ, ഒരു മിനിറ്റ്. എന്തായി കാണിക്കുന്നത്? Who are you? അയ്യോ, ഐ ആം കിച്ചു, കൃഷ്ണകുമാരൻ എന്ന കിച്ചു. കൂപ്പൺ മാറിപ്പോയി. കൂപ്പണോ? ഏത് കൂപ്പൺ? അയ്യോ, ലക്കി കൂപ്പൺ. അതായത് കുട്ടിയുടെ കൂപ്പൺ എന്റെ കയ്യിലും എന്റെ കൂപ്പൺ കുട്ടിയുടെ കയ്യിലുമായി പോയി. കൂപ്പണുകളുടെ ഒരു കളിയെ, ഒരു സ്ലൈറ്റ് കൺഫ്യൂഷൻ. ചേട്ടൻ അവിടെ ഇരിക്കുന്നേ. അല്ല, ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, കൂപ്പൺ മാറിപ്പോയി. 5 കിലോ സ്വർണ്ണ സമ്മാനം വെറുതെ അങ്ങ് കളയാൻ പറ്റുമോ? ദേ, ഇതെടുത്തിട്ട് കുട്ടിയുടെ കയ്യിലുള്ള ഇങ്ങോട്ടാന്നേ. താങ്ക് യു. കുട്ടിയുടെ കൂപ്പൺ. 5 കിലോ സ്വർണം കിട്ടും, കളയല്ലേ. 1 മിനിറ്റ്. അഖില എന്ന പേരല്ലേ? നൈസ് നെയിം. ഡ്രൈവർ, വണ്ടി എടുക്കൂ. സ്റ്റോപ്പ് ഇറ്റ്. എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഐ നോ എവരിതിങ്. എല്ലാ ആണുങ്ങളും ഒരുപോലെയാ. അയ്യോ, പതുക്കെ ഒന്ന് എഴുതിക്കോട്ടെ. നുണയന്മാർ, ചതിയന്മാർ. എന്തൊക്കെയാണ് പറഞ്ഞത്? ജന്മാന്തരങ്ങളായുള്ള ബന്ധം മരിച്ചാൽ ഈ മുഖം മനസ്സിൽ നിന്നും ആയില്ല. ഇനി ഇതും പറഞ്ഞ് എന്റെ മുമ്പിൽ വന്നോ, ചെരുപ്പ് കരണത്ത് കൊള്ളൂന്ന് പറഞ്ഞേക്ക്. ഇതെടുത്ത് മാറ്റിക്കേ. അയ്യോ, അപ്പൊ ഈ ചെയിനോ? ഹാവ് എ നൈസ് ഡേ മാഡം. താങ്ക് യു. അതും ചീറ്റി. പാതിരാത്രിയിലും പകൽ വെളിച്ചം. ഇതാ ഒരു ബദൽ പവർ സപ്ലൈ, ഹൈപ്പർ ഇൻവെർട്ടേഴ്സ്. Cut it. Okay, Maya. Well done, Maya. Well done. Good show. ഈ പരസ്യം പുറത്തു വരുന്നതോടെ മിസ് മായയുടെ മാർക്കറ്റ് കുതിച്ചു വരും. നോ ഡൗട്ട്. താങ്ക് യു സർ. നോ മെൻഷൻ പ്ലീസ്. മിസ്റ്റർ ജേക്കബ്, നെക്സ്റ്റ് ക്രെയിൻ ഷോട്ട് അല്ലേ? അതെ. Then make it fast. Yes sir. I was really impressed. മായ, അതൊക്കെ ഓക്കെ. ടീനയുടെ ഹെയർ സ്റ്റൈലും ചേഞ്ച് ചെയ്തേക്കും. ചെന്നാട്ടെ. മായയുടെ എഗ്രിമെന്റിൽ ഞാനൊരു ചെറിയ ചേഞ്ച് വരുത്താൻ തീരുമാനിച്ചു. എന്താ സർ? പേടിക്കണ്ട, നല്ല കാര്യമാ. ഞാനൊരു 50,000 rupees ഇൻക്രീസ് ചെയ്യുന്നു. ഒരു ചെറിയ ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ? മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ലല്ലോ? ചോദിക്കൂ സർ. മായയുടെ ഈ ബോഡി ഷേപ്പാണ് ക്യാച്ച്. ഹൗ ഡു യു മെയിൻറ്റെയിൻ ദിസ്? ഡയറ്റിംഗ് ആണോ അതോ എക്സർസൈസ് ആണോ? അങ്ങനെയൊന്നുമില്ല സർ. മൈ ഗോഡ്, എന്ന് വെച്ചാൽ ജന്മനാ കിട്ടിയത്. ഗോഡ്സ് ഗിഫ്റ്റ്. വണ്ടർഫുൾ. ഐ റിയലി അപ്രീഷിയേറ്റ്. ഒരു ഇന്റർവ്യൂ പോലും നടത്താതെ സ്റ്റിൽസ് മാത്രം കണ്ട് മായ ഞാൻ ഫിക്സ് ചെയ്ത് എന്താണെന്ന് അറിയാവോ? ഐ വാസ് ദാറ്റ് മച്ച് കോൺഫിഡന്റ്. മാത്രമല്ല, മറ്റൊരു മോഡലിനോടും തോന്നാത്ത എന്തോ ഒന്ന് മായയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഈ ജന്മാന്തരങ്ങളുടെ ബന്ധം എന്നൊക്കെ പറയാറില്ലേ സാറേ? വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക, പിന്നെ വരും. അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഇതെന്ന് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. ഉടനെ വരും. ജസ്റ്റ് എ മിനിറ്റ്. പറഞ്ഞു തോലക്ക്, എന്താ കാര്യം? റിപ്ലൈ കിട്ടി. ആണോ? കള്ളൻ, തെണ്ടി, ചെറ്റ, ഇഡിയൻ, റാസ്കൽ. എന്താണോ ഇത്? ഇത് കംപ്ലീറ്റ് ആ പെണ്ണ് വിളിച്ച തെറികളാ.
സാറിന്റെ മുഖത്തോക്കി പറയാനുള്ള മടി കൊണ്ടാണ് എഴുതിക്കൊണ്ട് വന്നത്. നീ വല്ല വൃത്തിയോടും പറഞ്ഞു? ഞാനെന്ത് വൃത്തിയോട് പറയാൻ? പക്ഷേ സാറ് പണ്ടൊരു വൃത്തികേട് കാണിച്ചിട്ടുണ്ട് എന്നാ കുട്ടി എന്നോട് പറഞ്ഞു. അതപ്പോ എന്റെ സാറേ, ഇതിങ്ങനെയൊക്കെ മുഖമെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചൂടെ? ഇത് സാറ് പണ്ടൊരിക്കൽ ചെയിൻ കൊടുത്ത കേസാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്താ അവളുടെ പേര്? ഷീല. ഷീല. ഓ, സാൻഡ്രോ ഷീല. അവൾക്കൊരു സാൻഡ്രോ കാറല്ലേ? കറക്റ്റ്. സാറിനെ പോലൊരു ചതിയനെ ലോകത്ത് കണ്ടിട്ടേ ഇല്ലെന്നും പറഞ്ഞു. പിന്നെ ഈ ജന്മാന്തരങ്ങളുടെ ബന്ധത്തെ കുറിച്ച് സാറ് വല്ലതും പറഞ്ഞു? അതിപ്പോ എല്ലാവളുമാരോടും പറയുന്നല്ലേ. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, കല്യാണം കഴിഞ്ഞ സാറ് വെറുതെ എന്തിനാ വില കളയുന്നത്? കല്യാണം കഴിഞ്ഞാൽ വില പോകുന്ന നിന്നോടാരാ പറഞ്ഞു? അങ്ങനെയല്ല, കല്യാണം കഴിഞ്ഞ സാറ് വെറുതെ ഈ നിലയിൽ വില കളയണോന്ന് ചോദിക്കായിരുന്നു. എടാ കിച്ചു, ഒരു പരസ്യ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നത് ചില്ലറ കാര്യമല്ല. സുന്ദരികളായ മോഡൽസ് ആണ് ഒരു പരസ്യ കമ്പനിയെ നിലനിർത്തുന്നത്. അതുങ്ങൾക്ക് ശമ്പളം മാത്രം കൊടുത്താ പോരാ. ഇതുപോലുള്ള ചില റൊമാൻറ്റിക് പൊടിക്കൈകൾ ഇറക്കിയില്ലെങ്കിൽ ഇവള് മറുപടി പോയി കളയും. ചാക്കിട്ട് പിടിക്കാൻ ഇവിടെ കമ്പനികൾ മത്സരമാണ്. ഒരുത്തിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. പിന്നെ ചക്കരക്കുടത്തി കൈയിട്ട നക്കണമെന്ന് പുരാണത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്. ആ, പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്കണം. ദാ കാറിന്റെ ചാവി, ക്രെഡിറ്റ് കാർഡ്, ചെയിൻ മാത്രം വേസ്റ്റ് ആയി. ഏയ്, ഒരിക്കലും വേസ്റ്റ് ആവില്ല. ചെയിനാണിപ്പോ അത്യാവശ്യം. പിന്നെ ഈ വണ്ടിക്കടിച്ച പെട്രോൾ, വഴിച്ചെലവ്, പിന്നെ അതെന്താ താൻ ചോദിക്കാത്തതെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. കണക്കും ബാലൻസ് ഞാൻ പിന്നെ തരാം. ഇയാൾ ഓഫീസിലോട്ട് മിസ് മായ. മായ, പ്ലീസ് കം. എന്താ സർ? ഹിയർസ് എ സർപ്രൈസ് ഫോർ യു. കണ്ണടക്കൂ. എന്തിനാ സർ? കണ്ണടക്കൂ. തുറക്കൂ. 22 carats 916 5 sovereigns all for you. Happy? Sure sir. എല്ലാവരും പറയുന്നു 916. ഞാൻ തരുന്നു 916. ഓക്കേ? അമ്മ എന്തൊക്കെയാ കയറ്റി വെക്കുന്നത്? ഇതേപോലെ കഴിഞ്ഞ മാസം കുറെ തന്നയച്ചതല്ലേ? അതൊക്കെ തീർന്നു കാണില്ലേടാ. എവിടെ തീരാൻ? അല്ലെങ്കിൽ ഇതൊക്കെ അവിടെയും കിട്ടുന്നതല്ലേ? അമ്മ എന്തിനാ വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? എന്നാലും അമ്മ ഉണ്ടാക്കി തരുന്നതിന്റെ സ്വാദ് കിട്ടൂടാ കടപ്പലാരത്തിന്. എടാ കിച്ചുട്ടാ, അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്നുണ്ടെങ്കിൽ നീ എനിക്ക് കൂട്ടിനൊരാളെ കൊണ്ടെത്താ. ഓ, കല്യാണം. എന്റെ അമ്മയെ, എന്റെ കല്യാണം എന്നേ കഴിഞ്ഞു. ഇതാണ് എന്റെ ഭാര്യ. അമ്മയൊന്ന് അനുഗ്രഹിച്ചേ. എന്താ ഇത്? മനുസാർ എനിക്ക് വേണ്ടി പണിയാൻ പോകുന്ന ബ്രാഞ്ചിന്റെ ബ്ലൂ പ്രിന്റാ. എന്നോട് അത്രയ്ക്ക് ഇഷ്ടം മനുസാറിന്. സ്വന്തമായിട്ടൊരു പരസ്യ കമ്പനി, അതെന്റെ സ്വപ്ന. അത് നേടിയിട്ടേ ഉള്ളൂ കല്യാണം. പണ്ടൊരു നമ്പൂതിരി ഫലിതമില്ലേ? ആദ്യം അന്തസ്, പിന്നെ അന്തർജനം. അയ്യോ, സമയം പോയി, ട്രെയിൻ മിസ്സാവും. ആ, അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കളിച്ച് ചിരിച്ച് സന്തോഷമായിട്ടിരിക്കണം. നീ മാറി നിന്നാ എങ്ങനെയാ അമ്മ സന്തോഷിക്കാൻ? ആ, അതിനൊരു വഴിയുണ്ട്. കണ്ണ് രണ്ടും ഇങ്ങനെ അടച്ചു പിടിച്ച് മകന്റെ മുഖം മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ ബാലമാമേ, ആയിക്കോട്ടെ. ഓക്കേ. വേണ്ട വേണ്ട, കൈയടിക്കണ്ട. ഇവന്മാര് പാസ്സായിട്ടില്ല. അതെ, ഇത് ഓട്ടപ്പന്തയമല്ല, കള്ളന്മാർക്കുള്ള ട്രെയിനിങ്ങാ. ഞാൻ നോക്ക്, 1/4 കിലോമീറ്റർ ഓടാൻ 1 മിനിറ്റും 17 സെക്കൻഡും. അതെങ്ങനെ ശരിയാവും? ഇത് നടക്കൂലട്ടാ. എങ്ങനെ നടക്കാനാണ്? ഇത് ജാമ്പോന്റെ കാലത്തെ വാച്ചാണ്. ഇത് കളഞ്ഞിട്ടേ പുതിയതായിരത്തെ കട്ടെടുക്ക്. എടാ, വാച്ചിന്റെ കാര്യമല്ല പറഞ്ഞ, നിങ്ങളുടെ ഓട്ടത്തിന്റെ കാര്യം പറഞ്ഞ. എന്റെ പൊന്നാശാനെ. പൊന്നാശാനല്ല, എടാ മുഖത്ത് നോക്കി അങ്ങനെ വിളിയുടെ പേര് വിളി. എന്റെ സുന്ദരനാശാനെ. ട്രെയിനിങ് തുടങ്ങിയിട്ട് 1 മാസമായി. ഓടി 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 ചങ്ക് കലങ്ങി. എന്നും ഈ ഓട്ടം മാത്രം ഉള്ളോ? ഒരു കള്ളന് വേണ്ട മിനിമം യോഗ്യത ശരം വിട്ട് പോലെ ഓടാനുള്ള കഴിവ. കിലോമീറ്ററിന് 4 മിനിറ്റ്. അതാ എന്നെ പോലെ ബെസ്റ്റ് കള്ളന്മാരുടെ ലക്ഷണം. അങ്ങനെ വരുമ്പോ 1 മിനിറ്റ് കൊണ്ട് ഈ ഓട്ടം തീരേണ്ടതാണ്. എന്റെ സ്ഥാനത്ത് പോലീസ് ചീപ്പായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? നിങ്ങളെ അകത്താകുമായിരുന്നു. ഇത് സിറ്റിയാ. കള്ളന്മാരെക്കാൾ പെരുങ്കള്ളന്മാരാ ഇവിടെ പോലീസുകാര്. എന്റെ ആശാനെ, നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പണി കിട്ടി മടുത്തട്ടാ ഇവിടെ ഒരു പണി തേടി വന്നത്. ഇനി ഇവിടെ ഒരു പണി എന്നാ കിട്ടുക? ദേ, പണി കിട്ടുന്ന പണി ഇവിടെ ഇല്ല. പണം കിട്ടുന്ന പണിയുള്ളൂ. അതിന് കുറച്ച് പണിയുണ്ട് മോനെ. പോക്കറ്റടി, പിടിച്ചുപറി, ബലാത്സംഗിക്കൽ, ഭവനവേതനം, തട്ടിക്കൊണ്ടുപോക്ക്, അതായത് കിഡ്നാപ്പിംഗ്. മിനിമം ഇത്രയെങ്കിലും പഠിച്ചിരിക്കണം. വണ്ടി എടുത്ത് ആള് കയറാനുണ്ട്. ഹലോ,
ഹായ് ലക്കി. ഹലോ ലക്കി കൂപ്പൺ. അയ്യോ എന്നെ മനസ്സിലായില്ലേ? കിച്ചു, കൃഷ്ണകുമാരൻ എന്ന് കിച്ചു. ലക്കി കൂപ്പൺ 5 കിലോ സ്വർണം. ഇയാൾക്ക് എന്താ വേണ്ടത്? ദാ ഈ ചോദ്യം തന്നെയായിരുന്നു അന്നും. അന്ന് വേണ്ടിയിരുന്നത് ഈ ലക്കി കൂപ്പൺ. പക്ഷെ ഇന്ന് വേണ്ടത് ഫ്രണ്ട്ഷിപ്പ്. അല്ല എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ. ഓഹ് അന്ന് എന്തായിരുന്നു ഒരു ഫോം, എന്തായിരുന്നു ഒരു സ്റ്റൈൽ. ആ വെള്ള കാറും കാണാനില്ല. സംതിങ് റോങ് സംവെയർ. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. അന്ന് എന്തായിരുന്നു സ്റ്റൈല്, എന്തായിരുന്നു പുകില്, ആ പച്ച കാറും കാണാനില്ല. ആ അത് ഞാൻ പറയാം. അതെന്റെ കമ്പനി കാറായിരുന്നു. കമ്പനിക്ക് വേണ്ടിയുള്ള പർച്ചേസ് ആയിരുന്നു. കമ്പനിയുടെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡ്രസ്സുമായിരുന്നു. പക്ഷേ ലക്കി കൂപ്പൺ സ്വർണ്ണമല്ലേ, സ്വന്തമാക്കാതിരിക്കാൻ പറ്റുമോ? ഓക്കെ നൗ ഇറ്റ്സ് യുവർ ടേൺ. താൻ പറ. എന്റേതും കമ്പനിക്കാരായിരുന്നു. കമ്പനി വാങ്ങി തന്ന ഡ്രസ് ആയിരുന്നു. കമ്പനിക്ക് വേണ്ടിയുള്ള പർച്ചേസും ആയിരുന്നു. പോരെ? പോരാ. ഐ എം എ മോഡൽ. കമ്പനിയുടെ ഒരു ഷൂട്ടിന് വേണ്ടി ഡ്രസ് വാങ്ങാൻ വന്നതായിരുന്നു. ഇപ്പൊ എങ്ങോട്ടാ? ഹോസ്റ്റലിലേക്ക്. എവിടെയാ ഹോസ്റ്റൽ? ശല്യപ്പെടുത്താനാണോ? ഹേയ് നെവർ. എന്റെ ബസ് വന്നു. പോട്ടെ. ബൈ ബൈ. വൈറ്റില്ല ആ ഇറങ്ങട്ടാ. ഹലോ ഹലോ. സാറിതെങ്ങോട്ടാ? ആനി ലഗൂൺ പാർക്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ല വേറൊരു കാര്യമുണ്ട്. ഇന്ന് സാറിന്റെ വെഡിങ് ആനിവേഴ്സറിയാ. ഓ ഞാനത് മറന്നു. മെനക്കേടായല്ലോ. ആനിയോട് അവിടെ വെയിറ്റ് ചെയ്യാനും പറഞ്ഞു. ഒരാളുടെ ജന്മോ പിടിവിട്ടാ വഴുതി പോ. പക്ഷെ വെഡിങ് ആനിവേഴ്സറി എന്നിലേക്ക് അതിനെക്കാട്ടി കുഴപ്പമാ. ദൈവമേ. സാറ് പേടിക്കണ്ട, കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഞാൻ ഇവിടെ ഇല്ലേ. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇയാളെന്തോ ചെയ്യാനാ? അതൊക്കെ എനിക്ക് വിട്ടുതരൂ സാർ. സാറിന്റെ ജോലി തിരക്ക് രഞ്ജു ചേച്ചിക്ക് അറിയാവുന്നതല്ലേ. അത് ഇത്തിരി കൂടെ പൊലിപ്പിച്ച് പറഞ്ഞ് ചേച്ചിയെ ഞാൻ മയപ്പെടുത്താം. ചേച്ചി മയപ്പെടും. പക്ഷെ വേറെ താപ്പാനല്ലേ എന്റെ അമ്മായിയപ്പൻ. കുഴിഞ്ഞ വിത്ത പോരെങ്കിൽ എന്റെ ഈ കസേര തട്ടിയെടുക്കാൻ ഡിഷ് ആന്റിനെയും മിനിക്ക് നടക്കുകയല്ലേ ആ ബാലഗംഗാധരൻ. എന്റെ ചുറ്റിക്കളികളെല്ലാം അവൻ അമ്മായിയപ്പനെ അറിയിക്കുന്നുണ്ട്. സാറിന് ഒരു കുഴപ്പവും വരാതെ ഞാൻ മാനേജ് ചെയ്യാം. നീ മിടുക്കനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ എന്റെ വലം കൈ ആക്കിയിരിക്കുന്നത്. അപ്പൊ ഇതെന്റെ ഇടം കൈയാണ്. പിന്നെ വലം കൈയിൽ എന്താ? അല്ല ഈ രഞ്ജു ചേച്ചിയെ മയപ്പെടുത്താൻ അല്പം പണച്ചെലവുണ്ട്. കാശ് ഒരു പ്രശ്നമല്ല. ദാ എന്താന്ന് വെച്ചാ ചെയ്തു. എല്ലാം നിന്നെ വിശ്വസിച്ച ആനി ലഗൂൺ പാർക്കിൽ കാത്തിരിക്കുക. അവൾ അങ്ങ് വഴുതി പോവും. അതുകൊണ്ടാ. ഓക്കെ അപ്പൊ ഓൾ ദി ബെസ്റ്റ്. എന്റെ പങ്ക്. എന്ത് പങ്ക്? മുതലാളിയുടെ വി പോയിന്റിൽ ചവിട്ടി കേറി നീ വെട്ടിച്ചെടുക്കുന്ന ഈ പണത്തിന്റെ പങ്ക്. ഇതേ വെട്ടിച്ചെടുത്തൊന്നുമല്ല. മനുസാറിന്റെ വൈഫിന് വിവാഹ സമ്മാനം വാങ്ങാനാ. മനുസാറിന്റെ വൈഫിന് നീ എന്തിന് വിവാഹ സമ്മാനം വാങ്ങണം? എടാ മോനെ, നിന്റെ തട്ടകം തന്നെയാണല്ലോ എന്റെയും. ലൈഫിൽ എനിക്ക് ഒറ്റ അംബീഷനുള്ളൂ, എന്നും നിന്റെ കിരുനക്കി പട്ടിയായി ജീവിക്കാം. ആ മതി മതി. നിന്റെ പങ്ക്. എടാ ജീവ, നിനക്കൊരു കാര്യം കാണണം. വാ. ദാ കണ്ടോ, മനുസാർ എനിക്ക് വേണ്ടി പണി കഴിപ്പിക്കുന്ന ഓഫീസിന്റെ മോഡൽ. ഫുൾ AC. ദാ ഇവിടെയാണ് എന്റെ മുറി. അപ്പൊ എന്റെ തൊട്ടടുത്ത് ചുറ്റും സുന്ദരികളായ കുറെ മോഡൽസ്. ഓ ഈശ്വരാ, കേട്ടപ്പോ തന്നെ കുളിര് വരുന്നു. ഇതൊന്ന് പൂർത്തിയായിട്ട് വേണം എനിക്കൊന്ന് ജീവിക്കാൻ. എനിക്ക് ബ്യൂട്ടിഫുൾ രഞ്ജു. താങ്ക് യു. ഹായ് തമ്പുരു. വിവാഹ വാർഷിക സമ്മാനം. Many, many happy Returns of the day. എന്തിനാ കിച്ചു ഇതൊക്കെ? ഇതിന്റെയൊക്കെ വല്ല കാര്യം? അയ്യോ ഇതൊന്നും ഞങ്ങളുടെ വകയല്ല, മനുസാർ തന്നയച്ചതാ. എന്നിട്ട് മനുവേട്ടൻ എവിടെ? ചെയിൻ കൊടുക്കാൻ പോയി. അല്ല ഈ ചെയിൻ വാങ്ങാൻ പോയി. ചെയിനോ? അതായത് ഈ ചെയിൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഫോറിൻ കമ്പനി അവരുടെ ചെയിൻ ഓഫ് ഷോറൂംസ് ഇന്ത്യ തുടങ്ങാൻ പോവുക. അപ്പൊ അതിന്റെ പരസ്യത്തിന്റെ ഓർഡർ നമുക്ക് കിട്ടിയത്. അത് വാങ്ങാനാണ് മനുസാർ പോയത്. അല്ലേ ജീവ? ഇപ്പൊ കൊടുത്തു കാണും. ഈ മനുവേട്ടൻ എന്ത് പണിയാ കാട്ടിയത്? അയ്യോ തീർന്നിട്ടില്ല, ഇനിയുണ്ട് ജീവ. ഡിയർ രഞ്ജു. ഡിയറസ്റ്റ്. ഡിയറസ്റ്റ് രഞ്ജു. 7 സ്വരങ്ങളിൽ തീർത്ത സംഗീതം പോലെ സ്നേഹത്തിന്റെ തന്ത്രികൾ മീട്ടി 7 ജന്മവും ഒന്നായി ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വന്തം മനു. ഇത് മനുവേട്ടൻ എവിടെന്ന് കിച്ചു എഴുതിയത്? അയ്യോ ഈ ജീവന്റെ ഒരു ജോക്കിങ്. മനുസാർ കവിതകൾ എഴുതും. ജീനിയസ്. അതെ, മനുസാറിന്റെ കഴിവല്ല, ഈ സൗന്ദര്യം കണ്ട ആരും എഴുതി പോകും. പാവം മനുസാർ ആകെ ഡെസ്പറേറ്റ് ആയിട്ടാ പോയത്. അതെന്താ? അത് വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ ആനിവേഴ്സറി അല്ലേ, അതും ഭാര്യയോടൊപ്പം കഴിയേണ്ട ദിവസം. അത് മിസ്സായതിന്റെ വിഷമം. എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, കോടികളുടെ ഓർഡർ അല്ലേ. കേക്ക് നീ പറയാതെ ഞാൻ എങ്ങനെയാ കേക്ക്? കേക്ക് മുറിക്കാൻ അതിന് കേക്ക് എന്ന് പറഞ്ഞ പോലെ. പിന്നെ മൂക്കെന്നാ പറഞ്ഞത്? അതെ നമുക്ക് മൂക്ക് മുറിക്കാം. അപ്പൊ അല്ല കേക്ക് മുറിക്കാം. ഇതാ കത്തി, നൈഫ് മുറിച്ചോ. മനുവേട്ടൻ ഇല്ലാതെ അതിനെന്തിനാ മനുസാർ ഒരു കത്തി പോരെ? മനുസാർ ഇപ്പൊ എത്തും. ഇന്നത്തെ ഈവനിങ് ചേച്ചിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാ പ്ലാനിങ് എന്ന് അറിയോ? ബീച്ചിൽ ഒരു സ്റ്റാർ ഡിന്നർ, സെക്കൻഡ് ഷോ, പിന്നെ തേർഡ് ഷോ. വലിയ സാർ എവിടെ? മോളില്. ദൈവമേ, അത് എപ്പോഴായിരുന്നു? മോളിൽ
എന്ന് പറഞ്ഞ മോളിൽ തന്നെ ഞങ്ങൾ ഇപ്പൊ ഇപ്പൊ വരാം, കേക്ക് മുറിക്കല്ലേ. അപ്പൊ ഓക്കെ സാർ, ഞാൻ പറഞ്ഞേക്കാം. മേനോ സാർ തിരിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഇത് മനസ്സിലായില്ലേ? ബാലു എന്റെ അനിയന്റെ മോനാ. ഇത് മനസ്സിലായില്ലേ? എന്റെ വല്യച്ഛനാ. അതല്ല ഞാനും പറഞ്ഞേ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞാലും തെറ്റൊന്നുമില്ലല്ലോ. പക്കല്ലേ? ഗുഡ് മോർണിംഗ് സാർ. വാ വാ വാ. അല്ല അവനെവിടെ? വേന്ദ്രൻ, മാനവേന്ദ്രൻ. മനു സാർ അല്പം തിരക്കില്ല, ഒരു എമർജൻസി ഓ, മീറ്റിംഗ്. മനസാറിന്റെ എമർജൻസി ഒക്കെ എനിക്കറിയാം. ഓവർ ടൈം ഡ്യൂട്ടി ആയിരിക്കും അല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് വല്യച്ഛ? സ്വന്തം വിവാഹത്തിന്റെ 1ാം വാർഷികോ പാവ രഞ്ജു വെഡിങ് ആനിവേഴ്സറി കേക്ക് വാങ്ങി വെച്ച് മെഴുകുതിരിയും കൊളുത്തി കാത്തിരിക്കുക. ഈ മണക്കൂസ് പെണ്ണിന്റെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. അയ്യോ, സാറുമാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മനസ്സാറിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. പനിനീർ പൂ പോലെ മൃദുലമാണ് അദ്ദേഹത്തിന്റെ ഹൃദയം. ഇല്ല കിച്ചു? അതെ അതെ, രഞ്ജു ചേച്ചി കാത്തിരിക്കുമെന്നും ഇന്ന് ഒരു മീറ്റിംഗിനും ഇല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. പക്ഷെ എന്ത് ചെയ്യാം, നിവൃത്തിയില്ലല്ലോ. ഞാൻ ഓഫീസിലേക്ക് വിളിച്ചിരുന്നല്ലോ. അവിടെ ഇല്ലല്ലേ? ഞാൻ ഗസ്റ്റ് ഹൗസിലേക്കും വിളിച്ചു. അവിടെയും ഇല്ല. അപ്പൊ ക്ലബിൽ വിളിക്കായിരുന്നില്ലേ? വിളിച്ചില്ല. അവിടെയും ഇല്ല. ഞാൻ നേരിട്ട് പോയിരുന്നു. കുഴഞ്ഞു. അപ്പൊ അതെ കറക്റ്റ്. മനു സാർ അവിടെ കൊണ്ടെന്ന് ഞങ്ങളും പറഞ്ഞില്ലല്ലോ. ലഗൂൺ പാർക്ക് ഹോട്ടലിലെ മീറ്റിംഗ്. ലഗൂൺ പാർക്കിലാണോ മരിയ പാർക്കിലാണോ? ലഗൂൺ പാർക്ക്. ലഗൂൺ പാർക്കിൽ. അച്ഛാ, എന്തോ ഊണ് കഴിക്കാൻ വരൂ. മനുവേട്ടൻ വരില്ല, എന്തോ തിരക്കാത്രേ. വരില്ല, അത് നിനക്കറിയില്ലെങ്കിലും എനിക്കറിയാം. എന്താ ചെയ്ത്? ദേ ഇവര് അന്യരൊന്നല്ലല്ലോ. എന്റെ പൊന്നു മോളെ, നിനക്ക് അവൻ ഇനിയും മനസ്സിലായില്ലല്ലോ. ഇവളോട് ഇഷ്ടം തോന്നിട്ടൊന്നല്ല പരമേശ്വര. എന്റെ മടിശീലയിലെ ചക്രം കണ്ടിട്ടാ അവൻ ഇവളെ കയറി പ്രേമിച്ചത്. ദേ ഇവൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇപ്പൊ പിടിച്ച് പുറത്താക്കി വേറെ കെട്ടിച്ചു വിടും ഞാൻ ഇവളെ. ആ സിംഗപ്പൂർ ചക്കൻ ഇപ്പോഴും തയ്യാറാ. എന്നിട്ട് ആ സ്ഥാപനം ഞാൻ ഇവനെ ഏൽപ്പിക്കും. ഞാൻ അതൊന്നും മോഹിച്ചിട്ടല്ല. ഞാൻ മോഹിച്ചു. അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മനുവേട്ടന്റെ ജോലിയും തിരക്കൊക്കെ എനിക്കറിയാം. പരമേശ്വര മാമേ, കല്യാണം കഴിഞ്ഞ അന്ന് തുടങ്ങിയതാ മനുവേട്ടനോടുള്ള ഈ ദേഷ്യം. അതിന് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒരാളും. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. അടപ്രഥമം കൂട്ടി ഉണ്ടിട്ട് പോയാ മതിയടാ പിള്ളേരെ. അവന്റെ പാട്ടിന് കൂത്താടുന്നത് നിങ്ങൾ കുറച്ച് പേരാണെന്ന് എനിക്കറിയാം. എന്റെ മരുമകനായതിനു ശേഷമല്ലേ അവൻ നിന്റെയൊക്കെ മുതലാളിയായത്. ആ അത് പോട്ടെ, നീ ഇങ്ങോട്ട് വന്നേ. എന്താ? വാ. എന്ത് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞേ? ബ്യൂട്ടി കോൺടെസ്റ്റിന്റെ ആദ്യം ഈ സ്പോൺസേഴ്സുമായിട്ടുള്ള മീറ്റിംഗ്, പിന്നെ മോഡൽസുമായിട്ടുള്ള മീറ്റിംഗ്, പിന്നെ ഫോട്ടോഗ്രാഫേഴ്സുമായിട്ടുള്ള മീറ്റിംഗ്, പിന്നെ മീറ്റിംഗ് എല്ലാ ശ്രദ്ധയും ബുദ്ധിയും അർപ്പിച്ചുള്ള മീറ്റിംഗ് അല്ലേ? അല്പം തെറ്റിയാണ്ടല്ലോ. കവിതകൾ എന്റെ ബലഹീനതയാണ്. സ്ത്രീയെക്കുറിച്ച് പ്രശസ്തനായ ഒരു ആംഗലേയ കവി പാടിയത് എനിക്കറിയൂ. ഇല്ല. ഒരു നിമിഷം തരൂ നിന്നിൽ അലിയാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ. എത്ര പെട്ടെന്നാണ് ഞാൻ ആനിയെ അറിഞ്ഞത്. ഈ ജന്മാന്തരങ്ങളുടെ ബന്ധം എന്നൊക്കെ പറയാറില്ലേ, എന്നെന്നും ഇങ്ങനെ ഒന്നായി കഴിയാൻ ഒരു നൂൽ ബന്ധമായി ഈ ചെയിൻ ഇരിക്കട്ടെ. 22 ക്യാരറ്റ്സാ. ഇനി മുതൽ അങ്ങോട്ട് ഐ മാറ്റ് അഡ്വർടൈസിംഗ് കമ്പനിയുടെ അസറ്റ് ആയിരിക്കും ആനി. ഐ അഷ്വർ യു. ഓഹോ, അപ്പൊ ഇതാണല്ലേ നിന്റെ ലക്കി കൂപ്പൺ താമസിക്കുന്ന മാളം. ചെന്ന് മകടി ഊതി ഇറക്കി കൊണ്ടുവാ. ആരോടത്? പെൺകുട്ടികൾ മാത്രം താമസിക്കുന്നത് പുരുഷന്മാർക്ക് എന്താ കാര്യം? താൻ പുരുഷനല്ലേ? ഞാൻ വാച്ച്മാൻ. ഓഹോ, മാനാണല്ലേ. ഞാൻ വിചാരിച്ചു മയിലാണെന്ന്. ചില ചേട്ടന്മാരെന്നെ സ്നേഹം കുടുംബം മയിലേ എന്ന് വിളിക്കാറുണ്ട്. മയിലല്ല, മാനേ. ഇവൻ ഇവിടെ ആരെയോ കാണണോന്ന്. ഓ, അതവിടെ ഇരുന്നോട്ടെന്നേ. തനിക്കിവിടെ ആരെയോ കാണണ്ടേ? അത് പിന്നെ പേര് മറന്നു പോലോ. എന്താ അവളുടെ പേര്? അതെങ്ങനെ എനിക്കറിയാം. രമണി, സരള, സരസു. രമണി സരള ഒന്നുമല്ല. അപ്പൊ എന്റെ കയ്യിലെ സ്റ്റോക്ക് തീർന്നു. രമണിക്ക് എന്താണ് കുഴപ്പമില്ല, അറിയാൻ പറ്റുള്ളൂ. ഒന്ന് പോടോടുന്നു. അതെ, ഇവിടുത്തെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയുടെ പേരെന്താ? ഇവിടെ എല്ലാം സുന്ദരിമാരാ, ഞാനടക്കം. കൊതിയൻ. അതാണ് കുട്ടി. അതകിലേ കുട്ടിയെ തന്നെയാ കാണേണ്ടത്. താനിങ്ങോട്ടാ പറഞ്ഞേ. താനിവിടെ നിന്നിട്ടാ മതി. മാരീഡാണോ? അല്ല. ഞാനിപ്പോ വരാം. വരണം. വരാടി. എന്നെ ഓർമ്മയില്ലേ? ലക്കി കൂപ്പൺ. പിന്നെ ഓർക്കാതെ എന്താ ഇവിടെ? ഹായ് അഖില, ഞാൻ ലാൽ, ജീവൻ ലാൽ, ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. കുട്ടിയെ കുറിച്ച് എന്നോട് ഇവൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ അതോ ജോലി ചെയ്യാണോ? എവിടെയാ വീട്? വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ മാരീഡ് ആണോ? അമ്മ അപ്പൊ ലവ് മാരേജ് ആണല്ലേ? ഈ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ അച്ഛനും അമ്മ ലവ് മാരേജ് ആയിരിക്കുന്നത്. അല്ല, ഞാൻ ഈ കർച്ചീഫ് തരാൻ വന്നതാ. കളഞ്ഞിട്ടില്ല, കയ്യിലുണ്ട്. അല്ല, ഈ കർച്ചീഫ് കളയാതെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറയേ. അല്ല, അന്ന് ബസ് കയറുമ്പോ അഖില അറിയാതെ ഇത് നിലത്ത് വീണു. ഞാൻ എടുക്കുമ്പോഴേക്കും ബസ് വിട്ടു. സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. താങ്ക് യു. എന്നാൽ ഇതിനു വേണ്ടി മെനക്കെട്ട്. എന്ന് വരട്ടെ. ബൈ ബൈ. അല്ല അഖില, കിച്ചു, അഖില എന്താ? കർച്ചീഫ് തിരിച്ചു തന്നതിന് ഒരു താങ്ക്സ് മാത്രമേ ഉള്ളൂ. പിന്നെന്താ വേണ്ടത്? പറയട്ടെ. കം ഓൺ. ഫ്രണ്ട്ഷിപ്പ്, ജസ്റ്റ് an outing, അത്രേ ഉള്ളൂ. ഓക്കേ.
Done. Thank you so much. ഓക്കെ ആയോ? പകുതി ഓക്കെ. അപ്പൊ ബാക്കി പകുതി എനിക്ക് പണി കൂടി. എന്റെ ലൂട്ടി കഴിഞ്ഞു. ഓടി വന്നിച്ചി. വെറുതെ കൊതിപ്പിച്ചു ദുഷ്ടൻ. ഒരുപാട് സ്വപ്നങ്ങളുമായി നടന്ന ഒന്നും ഫലവത്താവില്ലെന്നാ പറയാറ്. എന്നാലും ഞാൻ സ്വപ്നം കാണും, അതിന് ചെലവൊന്നുമില്ലല്ലോ. ആ കേക്കട്ടെ, എന്തൊക്കെയാ തന്റെ സ്വപ്നങ്ങൾ? കിച്ചുവിനെ പോലെ ഒരുപാടൊന്നുമില്ല, ഒരേ ഒരു സ്വപ്നം. സ്വപ്നമെന്നോ ലക്ഷ്യമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. സസ്പെൻസ് ഇടാതെ കാര്യം പറയടോ. ആ കാണുന്ന വീട് കണ്ടോ? വീടോ? അതൊരു കൊട്ടാരം പോലെ ഉണ്ടല്ലോ. അതുപോലൊരു വീട് എനിക്ക് സ്വന്തമാക്കണം. എന്തിനാ ചിരിക്കുന്നത്? സിറ്റിയുടെ നടുക്കുള്ള ആ വീടിന് എന്ത് വില വരുമെന്നറിയോ? കുറഞ്ഞത് 1 കോടി. ആയിക്കോട്ടെ. കയ്യിലാകെ ഉള്ളത് മോഡലിംഗ്, എന്നിട്ടും സ്വപ്നം ചില്ലറയൊന്നുമല്ല. അതെ, അതിൽ കുറഞ്ഞ ഒരു സ്വപ്നവും എനിക്കില്ല. ശരി, ഇനി ഈ സ്വപ്നം സഫലമായില്ലെങ്കിൽ എന്ത് ചെയ്യും? കോടീശ്വരനായ ഒരാളെ കല്യാണം കഴിക്കും, എന്നിട്ടത് സ്വന്തമാക്കും. അങ്ങനെ ഒരാൾ വരണ്ടേ? വന്നില്ലെങ്കിൽ അങ്ങനെ ഒരാളെ കണ്ടെത്തി ഞാനങ്ങ് പ്രേമിക്കും. ഓ, എന്തൊരു ബുദ്ധി. എന്നാലും വെറുതെ ഒന്ന് സങ്കല്പിക്കേ. തന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി കോടീശ്വരനല്ലാത്ത ഒരു സാധാരണ ചെറുപ്പക്കാരനുമായി താൻ പ്രണയത്തിലായി. അല്ല, ജസ്റ്റ് ഇമാജിൻ. നോ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. 2 ദുർബലർ ചേർന്നാൽ ഒരിക്കലും ഒരു സ്വപ്നവും പൂവണിയില്ല. അതാണ് എന്റെ കണ്ടെത്തൽ. എന്തു പറ്റി? ഒന്നുമില്ല. താൻ വളരെ ഫ്രാങ്കാ. വലിയൊരു സത്യം എത്ര സിമ്പിളായി പറഞ്ഞു. കിച്ചു, എന്റെ സ്വപ്നം ഫലിക്കോ? ദേ, അത് കണ്ടോ? പുതിയൊരു പുലരിയായി തിരിച്ചു വരാൻ ആഴിയിലേക്ക് ആണ്ടുപോകുന്ന സൂര്യൻ. ഈ സമയത്ത് ചിന്തിക്കുന്നൊക്കെ ഫലിക്കുമെന്നാ പറഞ്ഞു ഞാൻ. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. ഇത് കൊള്ളാല്ലേ? നീ ഇതെവിടെയായിരുന്നു? ഞാൻ സ്റ്റേജിന്റെ പുറകിൽ ഒന്ന് റോന്ത് കിട്ടി. അവിടെ ആവുമ്പോ മൊത്തമായിട്ട് കാണാമല്ലോ. പല ഷേപ്പിലല്ലേ പീസുകള്. ആദ്യം കണ്ടപ്പോ ഒന്നും പറയണ്ട അളിയാ, കുളിര് ഓടിപ്പോയി. അങ്ങോട്ട് പോവാ. വേണ്ട വേണ്ട, എനിക്ക് നിന്നെ പോലെ ഈ കാര്യത്തിൽ ആക്രാന്തമില്ല. ഇങ്ങനെ കാണുന്നതാണ് എന്റെ ഒരു സുഖം. ഇതിനൊരു 40 മാർക്ക് ഞാൻ കൊടുക്കും. നീയോ? അത്രയ്ക്കൊന്നുമില്ല. തൊലി വെളുപ്പ് മാത്രമേ ഉള്ളൂ. ഫീച്ചേഴ്സ് പോരാ. ടീച്ചേഴ്സ് അല്ലടാ, ഫീച്ചേഴ്സ്. എടാ കിച്ചു, ഇത് നിന്റെ ലക്കി കൂപ്പൺ അല്ലേ? ഇത് ഏത് മാളത്തിൽ ഒളിച്ചിരുന്നു? ഇതിന്റെ ഫീച്ചേഴ്സ് ഓക്കെ ആണോ? ഡബിൾ ഓക്കെ. എങ്കിൽ ഇതിന് എത്ര മാർക്ക് കൊടുക്കാം? ഇതിന് മാർക്കല്ല, എന്റെ മനസ്സ് തന്നെ കൊടുത്തു കഴിഞ്ഞില്ലേ? She's nice, beautiful. ഇവളെ നമുക്ക് വേണം. എത്ര പ്രതിഫലം ചോദിച്ചാലും കൊടുത്തരെ. കമ്പനിയുടെ പ്രസ്റ്റീജിയസ് മോഡൽ ആക്കണം ഇവളെ. കറക്റ്റ്, ഞാനത് പറയാൻ തുടങ്ങിയായിരുന്നു. നീ ഇതൊന്നും കേൾക്കുന്നില്ലേ? Yes sir, she's nice, beautiful. എന്നാൽ അവളെ ഡീറ്റെയിൽസ് ചോദിച്ച് ഫിക്സ് ചെയ്യ് ഇപ്പൊ തന്നെ. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോകുമോ? നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? മനുസാറിന് വേണ്ടി എത്ര പെൺപിള്ളേരുടെ പിറകെ ഞാൻ പോയിട്ടുണ്ട്, എത്ര പേരുടെ തെറി കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ മനുസാറിന്റെ താല്പര്യത്തിനെ ഞാൻ കൂട്ടി നിന്നിട്ടുള്ളൂ. പക്ഷെ ആദ്യമായിട്ടാ എനിക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയത്. ഇപ്പൊ അതും. എടാ മോനെ, നിന്റെ ജീവിത ലക്ഷ്യം എന്താ? സ്വന്തമായൊരു കമ്പനി, സന്തോഷകരമായൊരു ജീവിതം. ഇതൊക്കെ ആര് വിചാരിച്ചാ നടക്കുക? ഈ മുതലാളി ആണല്ലോ. തറവാട് കൈവിട്ട് പോകാതിരിക്കാൻ മാസാമാസം ഗംഗാധര മുതലാളിക്ക് പലിശ അയക്കുന്നില്ലേ? എവിടെന്നാ പണം? ഈ മുതലാളിയുടെ പോക്കറ്റിൽ നിന്ന്. മനുസാറ് സന്തോഷിക്കുന്നിടത്ത് നിന്റെ ജീവിതം രക്ഷപ്പെടുകയാണ്. അത് നീ മറക്കണ്ട. അതൊക്കെ ശരിയാ. എന്നാലും കുന്നാലും ഒന്നുമില്ല. തൽക്കാലം ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കും. ഇനി അവൾക്ക് നിന്നോട് വല്ലതുണ്ട്? അതുമില്ല. അവള് കോടീശ്വരനെ കെട്ടാൻ നടക്കാന്ന് നീയല്ലേ പറഞ്ഞത്? എടാ കിച്ചു, സ്വപ്നങ്ങൾ നെയ്തു കൂട്ടാൻ മാത്രമേ നമുക്കൊക്കെ കഴിയൂ. അത് പ്രാവർത്തികമാക്കാൻ
സമ്പത്ത് വേണം. എനിക്കോ നിനക്കോ അതില്ല. അതൊക്കെ അറിയിക്കുന്നവർക്ക് വിട്ടുകൊടുക്ക്. മുതലാളിയോട് കൂറുള്ള ഒരു തൊഴിലാളിയായി ജീവിക്ക്. ഇനി ഒന്നും ആലോചിക്കണ്ട. ഐമാറ്റിലെ പുതിയ മോഡലായി അവളെ നിയമിച്ച കാര്യം നീ എന്ന് അറിയിക്കേ. വാട ചക്കരെ. മിസ് അഖില, ഡയലോഗ് ഓക്കെ ആണ്? ഷോട്ട് റെഡിയാണ്. കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. ഓക്കെ, മാർക്ക് ചെയ്തിട്ടുണ്ടേ. ശരി സാർ. കണ്ണ, ഈ ആംഗിൾ ഫിക്സ് ചെയ്തു. ഓക്കെ. അതെ, ഏത് ആംഗിളാ ഫിക്സ് ചെയ്തിരിക്കുന്നത്? ഇതാണോ ഇതാണോ? എന്തിനാ? കോസ്റ്റ്യൂം കൊടുക്കാനാ? ആംഗിളൊക്കെ ഞാൻ ഫിക്സ് ചെയ്തോളാം. താൻ പോയി കോസ്റ്റ്യൂം കൊടുക്ക്. ചേടാ, ആംഗിൾ അനുസരിച്ചല്ലേ കോസ്റ്റ്യൂം കൊടുക്കാൻ പറ്റുള്ളൂ. സോറി മാഡം, ഞാൻ അല്പം തിരക്കിലായി പോയി. എല്ലായിടത്തും എന്റെ ഈ 2 കണ്ണുകൾ തന്നെ എത്തണം. കോസ്റ്റ്യൂം സെക്ഷൻ, ക്യാമറ സെക്ഷൻ, ലൈറ്റിംഗ് സെക്ഷൻ. ചുരുക്കി പറഞ്ഞ ഞാൻ ഇവിടുത്തെ ഒരു ഓൾറൗണ്ടറാ. ഇതാ മാഡത്തിന്റെ കോസ്റ്റ്യൂം. എന്താ ഇത്? കോസ്റ്റ്യൂം അളവ് കറക്റ്റാ. ഇതിന്റെ ബാക്കി എവിടെ? ബാക്കിയാ? ഇല്ല, ഇത്രേ ഉള്ളൂ. അറേബ്യൻ ജ്വല്ലറിയുടെ ആഡ് എന്നല്ലേ പറഞ്ഞത്? അതെ, ആധുനിക നാരിയുടെ ആധുനിക സ്വർണ്ണ സങ്കല്പം. നോൺസെൻസ്. ഇത്തരം ഡ്രസ്സുകളൊന്നും ഞാൻ ധരിക്കില്ല. ധരിക്കില്ലേ? ഇതെന്ത് കൂത്താ? പിന്നെ ആര് ധരിക്കും? ഞാനാ? ലുക്ക്, അതൊന്നും എനിക്കറിയണ്ട. പക്ഷെ ഞാൻ ഇത് ധരിക്കില്ല. ഇങ്ങോട്ട് നോക്കിയേ. കുട്ടി ഇത് ധരിച്ചില്ലെങ്കിൽ മുതലാളിയുടെ പണി കിട്ടുന്നത് എനിക്കായിരിക്കും. ഇല്ലെന്ന് പറഞ്ഞില്ലേ? പോയി ഡയറക്ടറോട് പറ. അതെ, പണത്തിന്റെ പ്രശ്നമാണെങ്കിൽ മുതലാളിയോട് പറഞ്ഞ് ശരിയാക്കാം. തുണി കുറയും തോറും മണി കൂടും. എന്താണോ ഇവിടെ? സാർ, ഈ കുട്ടി ഈ കോസ്റ്റ്യൂം ധരിക്കുന്നില്ല. കാര്യകാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും ധരിക്കുന്നില്ല. സാർ ഒന്ന് ധരിപ്പിക്കേ. നിർത്തണം. എന്താ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? സ്ത്രീ ഒരു പ്രദർശന വസ്തുവാണെന്നോ, എന്ത് കൂത്താട്ടത്തിന് നിന്ന് തരണമെന്നോ? സ്ത്രീയെ ആദരിക്കാൻ അറിയാത്തവർ ഈ കമ്പനിയിൽ ജോലി ചെയ്യേണ്ടെന്ന് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താണോ ഇത്? ഇതാണോ ഈ കുട്ടി ധരിക്കേണ്ടത്? ഇവിടെ ഷൂട്ട് ചെയ്യുന്ന ആഡ് ഫിലിമാണ്, ബ്ലൂ ഫിലിം അല്ല. ഓ സോറി മിസ് അഖില. കൊണ്ടുപോടോ. കോസ്റ്റ്യൂമിനല്ലല്ലോ സാർ പ്രാധാന്യം. സ്വർണ്ണാഭരണങ്ങളാൽ പൊതിഞ്ഞ ഈ സുന്ദര മേനിക്കല്ലേ. കോൺസെപ്റ്റ് വേണേ മാറ്റാം, പക്ഷെ സ്ത്രീയുടെ മനസ്സ്, സംസ്കാരം ഇത് മാറ്റാനാവില്ല. മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. എന്താണോ ഇത്? പള്ളിയിൽ അച്ഛന്റെ ലോഹയോ? സ്ത്രീ ശരീരം മൂടിക്കെട്ടി വെക്കാനുള്ളതല്ല. അതിന്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ അല്പം കലാബോധം വേണം. ആഡ് ഫിലിമാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്, അല്ലാതെ കഥകളിയോ ഓട്ടംതുള്ളലോ ഒന്നും അല്ല. പോയി വല്ല ബിക്കിനിയോ മിനിസ്കർട്ടോ എടുത്തോണ്ട് വാടോ. ബി സെക്സി മാൻ, ഐ സേ ബി സെക്സി. എന്താണോ വായും പൊളിച്ചിരിക്കുന്നത്? ഇനിയെങ്കിലും സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം. ഇന്നിന് ഷൂട്ടിംഗ് മതി. പാക്കപ്പ്. പോടോ. സോറി മിസ് അഖില, ഈ മൂഡിൽ ഇന്നിനി ഷൂട്ടിംഗ് വേണ്ട. ഞാൻ കാരണമായി ഇതൊക്കെ സംഭവിച്ചത്. സാറിന്റെ മൂഡ് കളഞ്ഞതിന് ഞാനാ സോറി പറയേണ്ടത്. സാറല്ല, മനു. അങ്ങനെ വിളിച്ചാൽ മതി. നമുക്ക് ഷൂട്ടിംഗ് നാളെ ആക്കിയാലോ? നല്ല മൂഡിൽ. നാളെ? അയ്യോ, നാളെ എനിക്കൊരു എൻഗേജ്മെന്റ് ഉണ്ട്. എന്താ? പേഴ്സണലാ. എന്നാൽ അഖിലേക്ക് ഒഴിവുള്ളത് എപ്പോഴാണോ അപ്പോൾ. ഓക്കെ. താങ്ക് യു സർ. സാറല്ല, മനു. താങ്ക് യു മനു. ഞാൻ വരട്ടെ. അഖില, തന്റെ ഈ ചിരിയുണ്ടല്ലോ, അതാ ക്യാച്ചിങ്. ചിരിക്കുമ്പോ അഖില കൂടുതൽ സുന്ദരിയാവുന്നു. താങ്ക് യു മനു. വെൽക്കം. ഗംഭീരമായിരിക്കുന്നു പെർഫോമൻസ്. എക്സലന്റ്. അതൊക്കെ ശരി, പക്ഷെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താ? നാളെ എന്താണ് അവൾക്കൊരു പേഴ്സണൽ കാര്യം? വേറെ വല്ലവനുമായി? അതൊന്നുമല്ല സാർ. ആ കുട്ടിയുടെ ബയോഡാറ്റ കണ്ടു. നാളെ അവളുടെ ബർത്ത്ഡേയാ. ഓ, അത്രേ ഉള്ളോ? ആ ടെൻഷൻ അങ്ങ് മാറി. സാർ, ഈ ബർത്ത്ഡേ പിടിച്ച് നമുക്കൊരു ചീട്ട് ഇറക്കിയാലോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? സാറേ, അഖില സാറിന്റെ മനസ്സിൽ കയറിയെങ്കിലും അഖിലയുടെ മനസ്സിൽ സാറ് കയറണ്ടേ? അതിനൊരു പദ്ധതി ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇത്തിരി പണച്ചെലവുള്ള കാര്യമാണ്, പക്ഷെ പണം സാറിനൊരു പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് ആദ്യം പണം തരൂ, എന്നിട്ട് ഞാൻ പ്ലാൻ പറയാം. നടക്കൂ? നടന്നിരിക്കും. എന്തിനായി പിശുക്ക്? അഖില സാറിൻ്റെതായ പോരെ. കിച്ചു, ഐമാറ്റ് അഡ്വർടൈസിംഗ് കമ്പനിയുടെ അസറ്റ് ആണാ നീ. അസറ്റ്. താങ്ക്സ്. അഖില, എന്തിനായിരിക്കും കിച്ചു ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ആ, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞു. എന്തോ വിശേഷം ഉണ്ടല്ലോ ഇവിടെ. I don't know. എന്തൊക്കെ ചെയ്തൊക്കെ? മിസ് അഖില മേനോന് പിറന്നാൾ സമ്മാനം. അതിന് ഇന്നെന്റെ പിറന്നാളാണെന്ന് എങ്ങനെ അറിഞ്ഞു? ഞാൻ അറിഞ്ഞില്ല, പക്ഷെ മനുസാർ അറിഞ്ഞു. ദാറ്റ് ഈസ് മനുസാർ. മനുസാറിന്റെ വകയാണ് ഇതെല്ലാം. സാറിന് ഒരാളെ ഇഷ്ടപ്പെട്ട
അവരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞു വെക്കും. അതൊരു നമ്പറാ. നമ്പറോ? അല്ല, ഈ നമ്പർ എന്ന് പറഞ്ഞാൽ മറ്റാർക്കില്ലാത്തൊരു ക്വാളിറ്റി. തീർന്നിട്ടില്ല, അതെ ഇതും കൂടി ഉണ്ട്. മാനത്ത് തെളിയുന്ന മാരിവില്ല് പോലെ മനോഹരിയായ ഈ മുത്തിന് മനുവിന്റെ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. ഇത് മനു സാർ എഴുതിയതാണോ? ഏയ്, ഞാൻ എഴുതിയത്. ജസ്റ്റ് ജോക്കിംഗ്. മനു സാറിന്റെ ബിസിനസ് ഹൃദയത്തിന്റെ ഒരു കോണിൽ കവിഭാവനയുള്ള ഒരു കലാകാരനുണ്ട്. I can't believe it. Oh, you have to. Many, many happy. Hello. ഹാപ്പി ബർത്ത്ഡേ അഖില. Thank you, Manu. ഇറ്റ് വാസ് ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ് അല്ലേ? മനസ്സിൽ എന്താണ് ഇങ്ങനെ തോന്നിയെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ഈ ജന്മാന്തരങ്ങളുടെ ബന്ധം എന്നൊക്കെ പറയാറില്ലേ? സാറിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിമിഷം കൊണ്ടല്ലേ ആ പെണ്ണിനെ കയ്യിലെടുത്തത്. വശീകരണത്തിൽ സാറ് മാസ്റ്റർ ബിരുദം എടുത്തിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. വർമാജി, ഇതിന് വലിയ ബിരുദമൊന്നും വേണ്ട. ചില ചില്ലറ പൊടിക്കൈകൾ മതി. ആദ്യം നമ്മളൊരു ജെന്റിൽമാൻ ആണെന്ന തോന്നലുണ്ടാക്കണം. പിന്നെ അവരുടെ സൗന്ദര്യത്തെ ഒന്ന് പുകഴ്ത്തി പറയണം. മൂന്നാമതായിട്ട് കുറച്ച് ചില്ലറ എറിയണം. സംഗതി ക്ലീൻ. പക്ഷെ ഇതൊരു റെയർ കേസാ. ലൈഫിൽ ഒരുപാട് അംബിഷൻസ് ഉള്ള പെൺകുട്ടിയാണ് അഖില. വർമാജി നോക്കിക്കോ, ഞാൻ അഖിലെ ഐമാറ്റ് അഡ്വർടൈസിംഗ് കമ്പനിയുടെ അസറ്റാക്കി മാറ്റും. ഓ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. അവൾ ലേക്ക് സൈഡിൽ കാത്തിരിക്കും. ചെറിയൊരു കറക്കം. ഓൾ ദി ബെസ്റ്റ് സാർ. യു ആർ എ ലക്കി മാൻ. താങ്ക് യു. നോ മെൻഷൻ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. അപ്പൊ വർമാജി എല്ലാം പറഞ്ഞതുപോലെ. തന്നോടല്ലോ മരുമോനെ എങ്ങോട്ടത്ര എടുക്കത്തില്ല. അത് പിന്നെ രഞ്ജു കാത്തിരിക്കും. ഇന്ന് നേരത്തെ ചെല്ലാമെന്ന് പറഞ്ഞു. ഭാര്യയോട് എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം. എന്നാലേ രഞ്ജു കാത്തിരിക്കില്ല. അവള് കരാട്ട പഠിക്കാൻ പോയി. കരാട്ട പഠിക്കാനോ? എന്തിന്? അളിയൻ അറിഞ്ഞില്ലേ? പത്രത്തിലുണ്ടായിരുന്നു. ദുഃഖിതരും പീഡിതരുമായ അബലകൾക്ക് കരുത്തു പകരാനായിട്ട് വിമൻസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന പരിശീലന ക്ലാസ്. രഞ്ജുവിനെ കൊണ്ടാക്കിയിട്ടാ ഞങ്ങൾ വരുന്നത്. അവൾക്ക് എന്ത് ദുഃഖം, അവൾക്ക് എന്ത് പീഡനം? ദുഃഖിക്കുന്നത് ഞാനല്ലേ, അവളെ നിനക്ക് കിട്ടിച്ചു തന്നതിൽ. ഏതായാലും മരുമോൻ ഇരിക്കേ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴോ? നാളെ പോരെ? വേറെ ചില അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. ആ അപ്പോയിന്റ്മെന്റ് മാറ്റിവെക്കലയാ. വല്യച്ഛൻ വല്ലപ്പോഴും തരുന്ന അപ്പോയിന്റ്മെന്റ് അല്ലേ? ബാലു, നീ പരിധി വിടുന്നു. അളിയൻ പരിധിക്ക് പുറത്തു പോകാതെ ഇവിടെ എന്താണ് അമ്മാവ ഭാവി കാര്യം? അമ്മാവ, ഭാവി കാര്യം പറഞ്ഞു കൊടുക്ക്. ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വല്യച്ഛന് പറയേണ്ടി വരും. അളിയൻ ഇരിക്ക്. അത്യാവശ്യമായിട്ട് ചില പ്ലാൻ ഒന്നും എനിക്കറിയില്ല. അതൊക്കെ മനു വന്നാലേ അറിയൂ. എന്നാലും ഞാനൊന്ന് ഗസ് ചെയ്തു. കാറിലൊരു നഗരപ്രദക്ഷിണം, ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിൽ ഒരു ലഞ്ച്, പിന്നെ നമ്മുടെ ഫേവറേറ്റ് ചോക്കോബാർ. ദാറ്റ്സ് ഓൾ. പോടി കുശുംബി. ഓക്കേ, ബൈ. ഹലോ. ഇവിടെ ഇവിടെ. കിച്ചു, ഇയാളെന്താ ഇവിടെ? ഡ്യൂട്ടി മാഡം, ഡ്യൂട്ടി. ഡ്യൂട്ടിയോ? ഇവിടെയോ? മനു എവിടെ? മനുവാ? മനു സാറെന്ന് വിളിക്ക്. ആ, ഇപ്പൊ സാറല്ലല്ലോ, ഫ്രണ്ട് അല്ലേ. കിച്ചു വേണ്ട, മനു എവിടെന്ന് പറ. മനു സാറ് അവിടെ ഡ്യൂട്ടിയില്ല. ഇവിടെ ഈ ബ്യൂട്ടിയുടെ ഡ്യൂട്ടിക്കായി എന്നെ പറഞ്ഞു. ഡ്യൂട്ടി? മനു സാറ് വരാൻ ഇത്തിരി വൈകും. അതുവരെ തനിക്കൊരു കമ്പനി കൊടുക്കാൻ എന്നെ പറഞ്ഞു വെച്ചിരിക്കുക. എന്റെ മൂഡ് കളഞ്ഞു. യോ, എവിടെ കളഞ്ഞു? ഞാൻ എടുത്തു തരാലോ. നോൺസെൻസ്. ഏയ് അഖില, അവിടെ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. ഏയ് രൂപ, പിന്നെ പൊട്ടറ്റോ ചിപ്സ് 500, ഐസ്ക്രീം 1500 രൂപ, കുട്ടികൾ 50 പേര്. അല്ലേ, വേണ്ട, ഓവറാക്കണ്ട, 35 മതി. ഒരാൾക്ക് 100 രൂപയുടെ ചോക്ലേറ്റുകളാകുമ്പോൾ 3500. ആകെ മൊത്തം ടോട്ടൽ 9999. ലാഭം 9000 രൂപ. കൊള്ളാലോ. തൽക്കാലം ഇത്രയും മതി. മനുഷ്യനെ ആർത്തി പാടില്ല. സോറി സോറി സോറി. വേണമെങ്കിൽ ഒരു 100 വട്ടം സോറി പറയാം. ഓഫീസിൽ ഒഴിവാക്കാൻ പറ്റാത്ത തിരക്കിലായിപ്പോയി. അതാ ഞാൻ കിച്ചുവിനെ അയച്ചത്. എന്നോട് പിണങ്ങല്ലേ? എനിക്ക് പിണക്കൊന്നുമില്ല. മനുവിന്റെ തിരക്ക് എനിക്കും അറിയാവുന്നതല്ലേ. സമയം കളയാൻ കിച്ചുവിന്റെ കമ്പനി നല്ലതാ. സോ ഫണ്ണി. എന്താ? അല്ല, ഇവിടെ പറഞ്ഞതാ. അപ്പോ നാളെ എപ്പോഴാ കാണുക? എപ്പോ വേണേലും കാണാലോ. ഞാൻ ഫ്രീ ആണ്. സമയം ഫിക്സ് ചെയ്തോളൂ.
നാളത്തെ മീറ്റിംഗിൽ ഞാൻ തന്നെ വരും, തീർച്ചയായും. കിച്ചുവിനെ അയക്കില്ല. ഓക്കെ. അയ്യോ ഫോൺ വെക്കല്ലേ, ഞാൻ ഉറങ്ങാൻ പോവാ. അതിനു മുൻപ് ടെൽ മീ സംതിങ് സ്വീറ്റ്. ഇപ്പോഴോ? പ്ലീസ്. എന്റെ അടുത്ത് നീ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. ഐ ലവ് യു. നിനക്കെന്താ വട്ടുപിടിച്ചോ? വട്ടുപിടിച്ചത് എനിക്കല്ല, മനുവേട്ടനാ. ഈ പറഞ്ഞതാ ഫോണിൽ കൂടെ അപ്പുറത്ത് കേട്ട് കാണില്ലേ? കേക്കട്ടെ. പാതിരാത്രിയില്ല ഇവനൊക്കെ വിളിക്കാൻ കണ്ട നേരം. ആ മനുവേട്ട, ഒരു കാര്യം കേൾക്കണോ? ഇന്നിവിടെ അച്ഛനും ബാലുവേട്ടനും തമ്മിൽ പൊരിഞ്ഞ ഡിസ്കഷൻ ആയിരുന്നു. എന്ത് ഡിസ്കഷൻ? മനുവേട്ടന്റെ പോക്ക് ശരിയല്ലെന്നും ഒരു കടിഞ്ഞാണിടണമെന്നും ബാലുവേട്ടൻ. അച്ഛനല്ലേ ആള്. നീ എന്താ കേട്ടെന്ന് പറ. അങ്ങനെ കടിഞ്ഞാണിടണമെന്ന് തോന്നിയാ ആ നിമിഷം ചേട്ടനെ കമ്പനി പുറത്താക്കുമെന്നും എന്നെ ആ സിംഗപ്പൂർ കോന്തനെ കൊണ്ട് കെട്ടിക്കൊന്നും അച്ഛൻ. മനുവേട്ടൻ എന്തിനാ ചിരിക്കുന്നത്? നിന്നെ വേറെ കെട്ടിക്കാനോ? അതോർക്കുമ്പോഴാ ചിരി. കമ്പനി പോണെങ്കി പോട്ടെ, പക്ഷെ നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. ലൈറ്റ് അണക്കട്ടാ. എന്താ? ഒരു കുഞ്ഞു പർച്ചേസ്. ഞാൻ ഇപ്പോ വരാം. ജസ്റ്റ് 5 minutes. അതൊക്കെ പിന്നെ പോരെ. ഞാൻ ഇപ്പോ വരാനേ. ഇതൊരു നടക്ക് പോവില്ല. ആ വർമാജി, ഞാൻ ഇത്തിരി ലേറ്റ് ആവും. ആ വെൽക്കം ഗ്രൂപ്പിന്റെ മീറ്റിംഗ് വർമാജി അറ്റൻഡ് ചെയ്താൽ മതി. ആ അവളും ഉണ്ട് കൂടെ. ലേക്ക് സൈഡ് റിസോർട്ടിൽ ഒരു സ്യൂട്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഒന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല. അയ്യോ, ഇവിടെ പറഞ്ഞ വർമാജി, ഞാൻ പിന്നെ വിളിക്കാം. മനുവേട്ടാ, മനുവേട്ടൻ എന്താ ഇവിടെ? ഞാനൊരു ഷോപ്പിങ്ങിന് വന്നു. എന്ത് ഷോപ്പിംഗ്? എനിക്കല്ല, കിച്ചുവിന്. എന്നിട്ട് കിച്ചു എവിടെ? കിച്ചു അകത്തോട്ട് പോയി. ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് പോവായിരുന്നു. എന്നാ ഞങ്ങളും നടത്തി കുറച്ച് ഷോപ്പിംഗ്. ദേ മനുവേട്ടൻ ഒരു അടിപൊളി ഷർട്ട് വാങ്ങിയിട്ടുണ്ട്, കാണിക്കാം. അതൊക്കെ വിശദമായിട്ട് വീട്ടിൽ ചെന്നിട്ട് കാണാം. പൊയ്ക്കോ പൊയ്ക്കോ, ഭയങ്കര വെയില്. ഇന്നെങ്കിലും ഒന്ന് നേരത്തെ വരില്ല മനുവേട്ടാ? ഇന്നോ? ഇന്ന് നേരത്തെ വരും. മനു, മനു ഇങ്ങ് വന്നേ. ഇതുണ്ടോ? നോക്കിയേ ഞാൻ എന്താ വാങ്ങിയെന്ന്. ഇഷ്ടായോ? റിങ് കൊള്ളാല്ലേ? ഇതാരാ മനുവേട്ടാ? മനസ്സിലായില്ലേ? ഇതകല. എന്നുവെച്ചാരാ? നമ്മുടെ കിച്ചുവില്ലേ, കിച്ചുവിന്റെ വൈഫ്. കിച്ചു എപ്പോഴാ കല്യാണം കഴിച്ചത്? ഇതേ ചോദ്യം ഞാനും ചോദിച്ചു. കള്ളൻ ആരോടും പറഞ്ഞില്ല. ഇന്നാ ഞാനും അറിയുന്നത്. കിച്ചു അവിടെ ഷോപ്പിംഗ് കഴിഞ്ഞില്ലേ? ഒരാളെ ഇങ്ങോട്ട് പരിചയപ്പെടുത്തുമ്പോ തിരിച്ചും പരിചയപ്പെടുത്തണ്ടേ? ഈ മനുവേട്ടന്റെ ഒരു കാര്യം. ഇത് രഞ്ജു, ഇത് അഖില. അല്ല ഇത് മതി ഞാൻ പറഞ്ഞോളാം. അഖില, ഞാൻ രഞ്ജു, മനുവേട്ടന്റെ ഭാര്യ. ഇനിയിപ്പോ പൊയ്ക്കൂടെ? പ്രോമിസ് ചെയ്ത പോലെ നേരത്തെ വരണേ. ഓക്കെ, ബൈ അഖില. അഖില, കള്ളനാ നിങ്ങൾ. പേരും കള്ളൻ, ചീറ്റ്. അഖില, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എനിക്ക് കാണണ്ട ഇനി നിങ്ങള്. സർ പ്ലീസ്, എന്നെ നിർബന്ധിക്കരുത്. സാറിന് വേണ്ടി എന്തിനു ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷെ ഇതെനിക്ക് വയ്യ. എന്തിനാണ് അഖില എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞത്? കിച്ചു, എന്റെ അവസ്ഥ നീ എന്താ മനസ്സിലാക്കാത്തത്? പെട്ടെന്ന് അങ്ങനെ ഒരു കണ്ടുമുട്ടലുണ്ടായപ്പം പിന്നെ ഞാൻ എന്താ പറയേണ്ടിയിരുന്നത്? അവൾ എന്റെ കാമുകിയാണെന്നോ? എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവനായതുകൊണ്ടാ നിന്റെ പേര് ചേർത്ത് ഞാൻ പറഞ്ഞു പോയത്. പക്ഷെ സാർ, സത്യം എന്നായാലും പുറത്തു വരില്ലേ? രഞ്ജു ചേച്ചി എന്നെ പറ്റി എന്ത് വിചാരിക്കും? അഖിലേക്ക് എന്ത് തോന്നിക്കാണും എന്നെ കുറിച്ച്? അഖിലെ, ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. അതിനാ ഒരു തവണ കൂടി അവളെ എന്റെ മുന്നിൽ എത്തിക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. ഇല്ല സാർ, എനിക്കതിന് കഴിയില്ല. എന്നെ ഒഴിവാക്കി തരണം പ്ലീസ്. എനിക്ക് മനസ്സിലായി, നിനക്ക് ബുദ്ധിമുട്ടാണല്ലേ. സ്വന്തം അനുജന്റെ സ്ഥാനത്താ നിന്നെ ഞാൻ കണ്ടത്. ഏതാപത്തിനും കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചു. തെറ്റിപ്പോയി, എനിക്ക് തെറ്റിപ്പോയി. ചെന്ന് പറയാൻ ഞാൻ രഞ്ജുവിനോട് എല്ലാം നുണയായിരുന്നു. അഖില എന്റെ കാമുകയാണെന്ന്. അതോടെ എല്ലാം അവസാനിക്കും. ഈ സ്ഥാപനവും സ്ഥാനമാനങ്ങളും എല്ലാം തകർന്നടിയട്ടെ. ഞാനൊരു തെണ്ടിയെ പോലെ ഈ റോഡിലൂടെ അലയട്ടെ. എന്നാ പിന്നെ എന്തിനാ നിന്റെ സ്വപ്ന സൗധം മാത്രം ബാക്കി? അതും
അവിവേകൊന്നും കാട്ടരുത്. എന്റെ ജീവിതം തുലച്ചിട്ട് ഇവിടെ അങ്ങനെ ആരുടെ സ്വപ്നങ്ങൾ ഞാൻ പോകാം. അഖിലയുമായി സംസാരിക്കാം. അവളെ സാറിന് മുമ്പിൽ കൊണ്ടുവരാം. ഇതാ പണം. ഇനിയും വേണോ? തരാം. വേണ്ട സാർ, ഒന്നും വേണ്ട. സാറിനത് എന്തു പറ്റി? ഇത്രയും ദേഷ്യം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ദേഷ്യപ്പെട്ടെന്ന് ആര് പറഞ്ഞു? ചെറിയൊരു ഡ്രാമയല്ലേ. അഖിലയെ വീണ്ടും എന്റെ മുന്നിലെത്തിക്കാൻ കിച്ചുവിന് മാത്രമേ കഴിയൂ. അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ അവന്റെ സ്വപ്നത്തിൽ തന്നെ കയറി പിടിച്ച ഒരു പെർഫോമൻസ്. എന്താ ബുദ്ധി! സമ്മതിച്ചിരിക്കുന്നു. വർമാജി, ഈ ലോകത്ത് സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഒരു കള്ളം ഉറക്കെ പറഞ്ഞാൽ അപ്പ വിശ്വസിക്കും. പോയിന്റ് ഈസ് നോട്ടഡ് സാർ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ആരും കാണും വേണ്ട. ചതിയനാ, വഞ്ചകനാ. പുറത്തൊരു മുഖവും ഉള്ളിൽ മറ്റൊരു മുഖവുമാണ് അയാൾക്ക്. നീ എന്റെ നല്ല ഫ്രണ്ട് ആണെന്ന് ഞാൻ കരുതിയത്. എല്ലാം അറിയാവുന്ന നിനക്കെങ്കിലും എന്നോട് പറയാമായിരുന്നു. അഖില പ്ലീസ്, എന്റെ അവസ്ഥ തനിക്ക് മനസ്സിലാവില്ല. എന്റെ മനസ്സ് വായിക്കാനും തനിക്ക് കഴിയില്ല. അഖില, ഞാൻ തന്റെ നല്ല ഫ്രണ്ട് തന്നെ ഇൻ എവറി സെൻസ്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒരു തവണ കൂടി മനസ്സാറിനെ. അഖില പ്ലീസ്. ഐ ആം സോറി. ഞാൻ പോകാം. രക്തം വരുന്നു. സാരമില്ല. നിക്കൂ. സോറി കിച്ചു, എനിക്കെന്നെ നിയന്ത്രിക്കാനായില്ല. അഖിലയുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. തന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യൂ. നമ്മളിലൊക്കെ ഓരോ കുറവുകളുണ്ടക്കില്ല. അത് നമ്മൾ അറിയാതെ മറ്റു പലരെയും വേദനിപ്പിച്ചു നിൽക്കും. എനിക്ക് വേണ്ടി ഒരു തവണ, ഒരൊറ്റ തവണ താൻ മനസ്സാറിനെ കാണണം പ്ലീസ്. പിന്നെ തന്റെ മനസ്സ് പറയുന്നത് പോലെ താൻ തീരുമാനിച്ചു. ഇനി എന്താ പറയാനുള്ളത്? ഒരു നുണ മറയ്ക്കാൻ മറ്റൊരു നുണ, അല്ലാതെന്താ? അഖിലയോട് ഞാൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല. ഇല്ലായിരിക്കാം, പക്ഷേ പറയേണ്ട ഒരു സത്യം മാത്രം പറഞ്ഞില്ല. നിങ്ങൾ വിവാഹിതനാണെന്ന സത്യം. ഇല്ല, പറഞ്ഞില്ല. എന്തുകൊണ്ട്? അത് സത്യമല്ലാത്തതുകൊണ്ട്. രഞ്ജു എന്റെ അമ്മാവന്റെ മകളാണ്. സ്നേഹിച്ച പുരുഷൻ വിവാഹത്തലേന്ന് കാലുമാറിയപ്പോ മറ്റേതൊരു പെൺകുട്ടിയെയും പോലെ മാനസികമായി അവളും തകർന്നുപോയി. 3 ദിവസം ബോധം നശിച്ച് ആശുപത്രിയിൽ കിടന്ന അവൾ ബോധം വന്നപ്പോൾ ആദ്യം മുന്നിൽ കണ്ടത് എന്നെയാണ്. സത്യത്തിൽ എന്റെ ദുരവസ്ഥ അവിടെ തുടങ്ങിയായിരുന്നു. അവളുടെ വിവാഹം കഴിഞ്ഞെന്നും അവളെ സ്നേഹിച്ച ചെറുപ്പക്കാരൻ ഞാനാണെന്നുമുള്ള വിചിത്രമായ വിചാരം എങ്ങനെയോ മനസ്സിൽ കടന്നുകൂടി. അത് തിരുത്താൻ പോയപ്പം ആകെ വയലന്റായി. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇന്നും ഞാൻ അങ്ങനെ അഭിനയിക്കുകയാണ്. അഖിലയ്ക്ക് ഓർമ്മയില്ലേ, ഞാൻ അവളുടെ ഭർത്താവാണെന്ന് അവളെന്ന് പറഞ്ഞപ്പം ഒപ്പമുണ്ടായിരുന്ന അമ്മു ഒന്നും മിണ്ടിയില്ല. എന്തുകൊണ്ട്? മിണ്ടിയാൽ അവിടെ ഒരു സീൻ ഉണ്ടാവുമെന്ന് അമ്മുവിന് അറിയാം. പാവം അമ്മുവിന് പോലും അഭിനയിക്കേണ്ടി വന്നു. ആ അവസ്ഥയിൽ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് അഖിലയെന്ന് രഞ്ജുവിനോട് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. അടുത്ത മാസം ചികിത്സയ്ക്കായി അവൾ ബാംഗ്ലൂർക്ക് പോവുകയാണ്. ഇനി അഖില എന്നോട് പിണങ്ങിയാലും ശരി, എന്നെ വെറുത്താലും ശരി, പഴയ രഞ്ജുവിനെ വീണ്ടെടുക്കാൻ വേണ്ടി എനിക്ക് അഭിനയിച്ചേ പറ്റൂ. സോറി. അഖില, നീ ടെൻഷൻ അടിക്കാതെ. നെല്ലും പതിരും ഞാൻ ഇപ്പൊ തിരിച്ചു തരാം. ആള് ബാംഗ്ലൂരിലോട്ട് പോയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. വരുന്നുണ്ട്. ഹായ്, അമ്മു അല്ലേ? അതെ, ഞാൻ ഡോക്ടർ ജയലക്ഷ്മിയുടെ കസിൻ ജോൾസിന. ഇതെന്റെ ഫ്രണ്ട്. അമ്മു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാനോ? എങ്ങനെ? ഞാൻ പറയാം. മനസാറിന്റെ കമ്പനിയിൽ ഞാനൊരു പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അമ്മ ഒന്ന് മനസാറിനോട് റെക്കമെൻഡ് ചെയ്യണം. അയ്യോ, ഞാൻ പറഞ്ഞാലൊന്നും മനോട്ടൻ കേക്കില്ല. ഓടിക്കുക തന്നെ. പിന്നെ ആര് പറഞ്ഞാ കേക്കും? രഞ്ജിച്ചെ കണ്ടാ മതി. അതാരാ? മനോട്ടിന്റെ ഭാര്യ. ചേച്ചി പറഞ്ഞ മനോട്ടിനെ കേൾക്കാതിരിക്കാൻ പറ്റില്ല. ആ ചേച്ചിക്ക് എന്തോ അസുഖം. അസുഖോ? എന്താ അസുഖം? അല്ല, എന്തോ മെന്റൽ പ്രോബ്ലം. മൈ ഗാഡ്, നിങ്ങൾ എന്താ ഈ പറയുന്നേ? നിങ്ങൾക്ക് എവിടെ ഈ ന്യൂസ് കിട്ടിയത്? മനോട്ടന്റെ ചെവിയിലെങ്ങനെ ഇതെത്തണം? അയ്യോ കുട്ടി, ആരാ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. പക്ഷേ എന്ത് പക്ഷേ? ആദ്യം മനോട്ടിനെ കുറിച്ചും കമ്പനിയെ കുറിച്ചും ശരിക്കും മനസ്സിലാക്കുക, എന്നിട്ട് മതി ജോലിക്ക് ചേരുന്നൊക്കെ. എന്ത് മണ്ടത്തരമാക്കി നീ പറയുന്നേ? ഈ ഒരു നിസ്സാര കാര്യത്തിന് ജോലി വേണ്ടെന്ന് വെക്കേ. നിസ്സാര കാര്യോ? പക്ക ഫ്രോഡായ അയാളുടെ കമ്പനിയിൽ ഞാൻ ഇനി എങ്ങനെ ജോലി ചെയ്യും? ചെല്ലാൻ പോവാ ഞാൻ അങ്ങോട്ട്. എന്നിട്ട് അയാളുടെ മുഖത്ത് നോക്കി 4 വർത്താനം പറയണം. ഇതാ ഇപ്പൊ നന്നായേ. അയാൾ ഒരു പക്ക ഫ്രോഡാണെങ്കിൽ നീ ഒരു പക്ക ഫൂളാണെന്നേ ഞാൻ പറയൂ. ഐമാറ്റ് കമ്പനിയിലെ മോഡലാകണമെന്ന് നീ കുറെ കൊതിച്ചതല്ലേ? ഇപ്പൊ അത് കിട്ടുകയും ചെയ്തു. പറയുന്ന പണവും തരുന്നുണ്ട്.
എന്നിട്ട് അതൊക്കെ വേണ്ടാന്ന് വെക്കുന്ന നീ ഒരു ഫൂളല്ലേ? ഞാൻ പിന്നെ എന്താ വേണ്ടത്? അയാൾ ഇങ്ങോട്ട് കളിച്ചതുപോലെ നീ അങ്ങോട്ടും കളിക്കണം. അയാൾ പറഞ്ഞ കള്ളക്കഥ വിശ്വസിച്ചതായിട്ട് നീ അഭിനയിക്കണം. എന്നിട്ട് അയാളായിട്ട് വട്ടം ചുറ്റിക്കണം. ഇനി ഒരു പെണ്ണിനോടും ഈ മാതിരി കാട്ടാതിരിക്കാൻ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്. ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മുടെ കിച്ചുവിന്റെ കാര്യം. കിച്ചുവിന് എന്ത് പറ്റി? പച്ച പാവായിരുന്ന ചെക്കൻ ഇത്ര പെട്ടെന്നൊരു കല്യാണം കഴിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാനേ വയ്യ. ഈ പ്രേമത്തിന് കണ്ണില്ലെന്നല്ലേ? ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. നിന്റെ അച്ഛന്റെ കണ്ണ് വെട്ടിച്ച് 1 കൊല്ലമല്ലേ പ്രേമിച്ച് നടന്നത്? അതിന് ഇയാള് പച്ച പാവൊന്നും ആയിരുന്നില്ലല്ലോ. പാവമാണോ പിഴയാണോ എന്ന് ഇങ്ങനെയൊക്കെയല്ലേ അറിയുന്നത്. അവന്റെ കണ്ണിന്റെ പുറത്ത് ഒരു കറുത്ത പാറ വീണ് കിടക്കുന്ന കണ്ടില്ലേ? ലവിന്റെയാ. ഏതായാലും നമ്മുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫല്ലേ, നമുക്കൊരു വിവാഹ സമ്മാനം കൊടുക്കണം. അതെ അതെ, ഞാനും അത് ആലോചിച്ചു. നാളെ തന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും. അയ്യോ അതുപോരാ, ഒരു സർപ്രൈസ് ആവട്ടെ. നമ്മൾ തന്നെ അത് നേരിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അവരുടെ വീട്ടിലാ? അതെ, അതിനെന്താ? ഒന്നുമില്ല, പക്ഷെ നമ്മളെ ശമ്പളം വാങ്ങുന്ന നമ്മുടെ സ്റ്റാഫിന്റെ വീട്ടിൽ നമ്മൾ പോകുന്നത് അത് വേണോ? വേണം. ഈ മനുവേട്ടന്റെ ഒരു കോംപ്ലക്സ്. മനുവേട്ടൻ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ പൊയ്ക്കോളാം. വേണ്ട വേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം. അതാ എല്ലാവർക്കും നല്ലത്. സാർ, ഇത് വെറുതെ കുഴപ്പത്തിനാണ്. ഒരിക്കലും ഒരു നുണ പറഞ്ഞു, രഞ്ജി ചേച്ചി അത് വിശ്വസിക്കുകയും ചെയ്തു. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ? നിർത്താമായിരുന്നു, പക്ഷെ അവൾ വിശ്വസിച്ചു പോയില്ലേ. ഇനി പൊളിഞ്ഞാലാണ് കൂടുതൽ കുഴപ്പം. കറക്റ്റ്. ഈ കിച്ചുൻ എന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? കണ്ടോ കണ്ടോ, അഖിലയ്ക്ക് കോമൺ സെൻസ് ഉണ്ട്. പിടിച്ചു നിൽക്കാൻ ഞാൻ ഒരു നുണ പറഞ്ഞു പോയി. ആദ്യം നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്തോ ചെയ്യണം? തൂങ്ങിച്ചാവണോ? യെസ് സാർ. ഞങ്ങൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് സാറ് പറ. ഒരൊറ്റ മണിക്കൂർ നേരത്തെ കാര്യം. നാളെ രാത്രി ഞങ്ങൾ രണ്ടുപേരും നിന്റെ വീട്ടിൽ ഡിന്നറിന് വരുന്നു. മടങ്ങി പോകുന്നത് വരെ ഞങ്ങളുടെ മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾ അഭിനയിക്കുന്നു. അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അതിലും സിമ്പിളായി വേറൊന്നുണ്ട്. എന്താ? ഞങ്ങൾ ഹണിമൂണിന് പോയെന്ന് പറഞ്ഞ പോലെ. അതൊന്നും വേണ്ട. അയ്യേ, ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് കേട്ടാ മതി. പക്ഷെ വേറെ പ്രശ്നമുണ്ട് സാറേ. ഒരു പ്രശ്നമില്ല. കിച്ചൻ എന്താ എത്ര ഭയം? ഞാൻ അറിയാം. അതല്ല പ്രശ്നം. എന്റെ വീട് കണ്ട ഒരു വിവാഹിതന്റെ വീടാണെന്ന് പറയേയില്ല. അതെന്താ നിന്റെ വീട്ടിന് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ വിവാഹിതനല്ലേ എന്ന്? അങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ സാർ. ഒരു ഡൈനിങ് ടേബിൾ ഇല്ല, ഒരു അലമാരി ഇല്ല, ഒരു സോഫ സെറ്റ് ഇല്ല, ഒരു വാഷിംഗ് മെഷീൻ ഇല്ല, പിന്നെ ഒരു ടിവി ഇല്ല, ഫ്രിഡ്ജ് ഇല്ല, കിച്ചൺ വെസൽസ് ഇല്ല. അയ്യോ, പിന്നെ മെയിൻ ഐറ്റം ഒരു ഡബിൾ കോട്ട് ബെഡ്. നിങ്ങൾക്ക് കിടന്ന് ഇങ്ങനെ. ഓ, എന്നാ പിന്നെ ഒരു കൊച്ചിനെ കൂടെ വേണ്ടി. എന്താന്ന് വെച്ചാ വാങ്ങി. ഞാൻ ഡബിൾ കോട്ട് വേണ്ട. അയ്യോ, രഞ്ജു ചേച്ചി ചോദിച്ചാൽ ഞാനെന്ത് പറയും? ഡബിൾ കോട്ട് റിപ്പയറിന് കൊടുത്തിരിക്കാന്ന് പറഞ്ഞാൽ മതി. ചെല്ലി. ഒരു ഡബിൾ കോട്ട്. കിച്ചു, എങ്ങനെയുണ്ട്? സാരി എനിക്ക് ചേരുന്നുണ്ടോ? ഈ വേഷത്തിൽ താൻ സുന്ദരിയായിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ലേ? എന്നല്ല, ഇപ്പൊ കണ്ട ഒരു നവവധുവിനെ പോലെ തന്നെയുണ്ട്. അയ്യേ, ഇതൊന്നൊരു വേഷമാ കിച്ചു. പുതിയ ഷർട്ട് ഇട്ട് നിൽക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. ഇതൊക്കെ എന്തിനാ ഇവിടെ വാങ്ങി വെച്ചിരിക്കുന്നത്? ഇതൊക്കെ മതിയെന്ന്. പോരാ, അഖിലയുടെ ഹസ്ബൻഡായി അഭിനയിക്കാൻ ഇത്രയും ഗ്ലാമർ പോരാ. ഊരിക്കേ. ഇനി ഇത് അങ്ങോട്ടിട്ടെ. കണ്ടോ, ഇപ്പൊ സുന്ദര കുട്ടനായി. കണ്ണാടിയിൽ നോക്കി. ഇപ്പൊ കറക്റ്റ് മാച്ച്. മെയ്ഡ് ഫോർ ഈച്ച്. അയ്യോ, ഒരു കാര്യം മറന്നു. അത് വേണ്ട. ഒരു പെണ്ണിന്റെ നെറുകയിൽ ആദ്യമായി സിന്ദൂരം അണിയിക്കേണ്ടത് താലി കെട്ടിയ പുരുഷനാ. ആ പാവത്തിന്റെ ചാൻസ് നഷ്ടപ്പെടുത്തണ്ട. മനസ്സാരെത്തി. ഗുഡ് ഈവനിങ് ചേച്ചി. വരൂ, അകത്തോട്ടിരിക്കാം. എങ്ങനെയുണ്ട് ചേച്ചി എന്റെ കുടില്? കുടിലോ? ഇതൊരു കുട്ടി കൊട്ടാരല്ലേ? താങ്ക്സ്. മനുവേട്ടൻ എപ്പോഴും പറയാറുണ്ട് കിച്ചു വളരെ ഇന്നസെന്റ് ആണെന്ന്. ആണോ? എന്നാ ഒരു താങ്ക്സ് കൂടെ. എന്നാ കിച്ചുവിന് ഒരു ഇത്തിരി കള്ളത്തരുണ്ടെന്ന്. താങ്ക്സ്. അയ്യോ, കള്ളത്തരോ? അതെന്താ? ഒരു കാര്യം മാത്രം കിച്ചു മനുവേട്ടനോട് ഒളിച്ചു വെച്ചു. എന്ത് കാര്യം? കല്യാണ കാര്യം. അത് ഞങ്ങളാരും അറിഞ്ഞില്ല. അത് ഞാനും അറിഞ്ഞില്ല. അല്ല, ഇതൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്തുകൊണ്ട് ആരെ അറിയിക്കാൻ പറ്റില്ല എന്ന് പറയാൻ വരികയായിരുന്നു. കിച്ചു നന്നായിട്ട് വീട് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക്സ്. അത് ഒറ്റ ദിവസം കൊണ്ട്. എന്ത്? അല്ല, ഈ കല്യാണം പെട്ടെന്ന് ആയതുകൊണ്ട് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് സെറ്റപ്പ് ആക്കി പറയുകയായിരുന്നു. ഇപ്പൊ ഈ പെയിന്റിംഗ് എങ്ങനെയുണ്ട്? അഖില വരച്ചതാ? അഖില പെയിന്റ് ചെയ്യോ? പിന്നെ ഈ മുറി മുഴുവൻ പെയിന്റ് ചെയ്ത അഖിലല്ലേ? മനസ്സിലായില്ലേ? ഒരു തമാശ പറയാൻ ശ്രമിച്ചതാണ്. ഹലോ, വരൂ ചേച്ചി. എങ്ങനെ ഉണ്ടായിരുന്നു സാർ? ടോട്ടൽ കുളമാക്കി. എങ്ങനെ? ഓവർ എക്സ്പെൻസ്, ഓവർ എക്സ്പ്രഷൻ. തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. ഞങ്ങളുടെ പാചകമൊക്കെ ഇഷ്ടമായോ ചേച്ചിക്ക്? ഗ്രേറ്റ്. അഖില എന്തായിരിക്കാത്തത്? അതെ,
അഖിലായിരിക്കൂ, നമ്മളുടെ എന്തിനാണ് ഒരു ഫോർമാലിറ്റി അല്ലേ? ഞാൻ ഇരുന്നോളാം. അല്ല മനസ്സാർ ഒന്നും കഴിക്കുന്നില്ലല്ലോ. കഴിക്കൂ സാർ, എല്ലാം സാറിന്റെ പണം തന്നെയാണ്. അല്ല, ഈ സാറ് തരുന്ന ശമ്പളം കൊണ്ടാണ് ഇതൊക്കെ വാങ്ങിയതെന്ന് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. നിങ്ങൾ ഹണിമൂൺ എവിടെയാ പോയത്? ഹണിമൂൺ എവിടെയാ സാറ് പോയത്? ഊട്ടിയില്. നിങ്ങളുടെ ഹണിമൂൺ ഞാൻ എങ്ങനെ അറിയുന്നത് അല്ലേ? ഹണിമൂൺ ഞങ്ങളുടെ ആയിരുന്നല്ലോ. ഒരുപാട് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ സാറ് സമ്മതിക്കണ്ടേ. ജോലി തിരക്കേ. കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് അഖിലേനി മോഡലിംഗ് ഉപേക്ഷിക്കോ? ഏയ്, ഉപേക്ഷിച്ച മനുസാർ കൊഴയില്ലേ? അല്ലേ സാറേ? അതെ അതെ, അഖില കമ്പനിയിലെ ഏറ്റവും നല്ല മോഡലല്ലേ? മാത്രവുമല്ല കരിയർ ഇസ് കരിയർ അല്ലേ? അല്ല, ചേച്ചിയും സുന്ദരിയാണല്ലോ, എന്നിട്ടെന്താ മോഡലിംഗ് ചെയ്യാത്തെ? അതിന് മനുവേട്ട സമ്മതിക്കണ്ടേ? അതെന്താ സാറേ, സാറിന് മോഡലുകൾ വലിയ ഇഷ്ടമല്ലേ? ചിക്കൻ ഫ്രൈ നിറകെ കേറി. സാറ് വെള്ളം കുടിക്കോ? അതെ, താമ്പ സ്വീറ്റ്സ് എടുത്തോണ്ട് വാ. സാറിന് ഞാൻ വെള്ളം കുടിപ്പിക്കാം. കിച്ചു പോയി സ്വീറ്റ്സ് എടുത്തോണ്ട് വാ. ഞാൻ വെള്ളം കുടിപ്പിക്കാം. പോയി സ്വീറ്റ്സ് എടുത്തു. ഞാൻ വെള്ളം കുടിച്ചോളാം. പഞ്ചാരക്കുട്ടപ്പന് സ്വീറ്റ് തിന്നു. ഐസ്ക്രീം റെഡിയാണോ മാഡം? ഇയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ ഈ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുമ്പോ സംശയം തോന്നുകയേ ചെയ്യരുതെന്നല്ലേ മനസ്സാറ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഭാര്യയെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. ഞാൻ എന്ത് ഹെൽപ്പാണ് ചെയ്യേണ്ടത്? ഭർത്താവ് ചമ്മലൊക്കെ അവരുടെ മുന്നിൽ മതി. എന്റെ അടുത്ത് കാണിച്ചാലുണ്ടല്ലോ, ഇതെടുത്ത് മുഖത്തൊഴിച്ചു തരും ഞാൻ. ഒരു ഡാർലിംഗ്. എഴുന്നേറ്റുള്ളൂ. അയ്യോ, എഴുന്നേറ്റോ? ദാ ഐസ്ക്രീം. സോറി, തണുത്ത ഒന്നും ഞാൻ കഴിക്കാറില്ല. താങ്ക്സ്. അയ്യോ, മനു എഴുന്നേക്കാണോ? അത് പറ്റില്ല. കഷ്ടപ്പെട്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിട്ടാ? കഴിക്കൂ മനു, പ്ലീസ്. എന്നാ മനസ്സാർ കഴിക്കൂ. അയ്യോ സാർ, ഞാൻ അറിയാതെ. അയ്യോ സാർ, ഷർട്ടിലെല്ലാം ആയി. ഐസ്ക്രീം അല്ലേ? ഞാൻ തുടച്ചു തരാം. അയ്യോ പോയില്ല. മതി മതി, ഞാൻ വീട്ടിൽ പോയി വാഷ് ചെയ്തോളാം. എന്തിനാ ഇത്ര ധൃതി? അയ്യോ, എവിടേക്കായി പോകുന്നത്? ഇവിടെ ഇരിക്കൂ. പോയോ? ഇനി എപ്പോഴാ കാണുന്നത്? നിക്കൂന്നേ. ഫുഡ് കുറച്ച് ഓവറായി പോയി. ഇനി എന്നാ അങ്ങോട്ടൊരു വിസിറ്റ്? എങ്ങോട്ട്? ഞങ്ങളുടെ വീട്ടിലേക്ക്. അല്ലേ മനോട്ടാ? അതെ അതെ അതെ. അയ്യോ, ഒരു കാര്യം മറന്നു. ഒരു സ്നാപ്പ്. രണ്ടുപേരും ഒന്ന് ചേർന്ന് നിന്നേ. ഫോട്ടോ എടുക്കണ്ട. ഇത് പഴഞ്ചൻ ക്യാമറ. ഇതൊക്കെ മതി, എനിക്ക് ആൽബത്തിൽ സൂക്ഷിക്കാനാ. പോസ്റ്റ് ചെയ്തേ. നിക്കാനല്ലേ പറഞ്ഞത്? അങ്ങനെ അല്ല കിച്ചു, തോളി കൈയിട്ട് നിൽക്കാൻ. അത് ഔട്ട് ഓഫ് ഫാഷൻ. ഔട്ട് ഓഫ് ഫാഷൻ എങ്കിൽ ഔട്ട് ഓഫ് ഫാഷൻ. കിച്ചു കൈയിട്ടെ. തോളി കൈയിടാൻ. സ്മൈൽ പ്ലീസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 2 പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് ആദ്യം ശിവം പറ. മാല പൊട്ടിപ്പ്. സത്യം പറ. സത്യമനാശനെ അതല്ല ആദ്യം പഠിച്ചത്. അതല്ല, ഇനി സത്യം പറ. തെളിച്ചു പറ. പിടിച്ചു പറീ. അപ്പോ MTS കോഴ്സ് നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. മാസ്റ്റർ ഓഫ് അസ്ട്രോളജിക്കൽ സ്റ്റഡീസ്. കളവ്, ചതി, പിടിച്ചുപറി, കിഡ്നാപ്പിംഗ് എന്നീ മേഖലകളിൽ നിങ്ങളുടെ പ്രാവീണ്യം തെളിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ധൈര്യമായി ഫീൽഡിൽ ഇറങ്ങാം. അവസാനമായി എനിക്കൊന്നേ പറയാനുള്ളൂ, കളം ഏതായാലും കളവ് നന്നായാൽ മതി. ഗുഡ് ബൈ. ഇനി നമുക്ക് പിരിയാം. സത്യ, ശിവ, നിങ്ങൾ എന്നെ ഇട്ടേച്ച് പോവുകയാണോ? എന്റെ ശിക്ഷകണങ്ങളിൽ ഏറ്റവും മിടുക്കന്മാരാണ് നിങ്ങൾ. ഈ സ്ഥാപനം ഇനി നടത്തേണ്ടത് നിങ്ങളാണ്, അല്ല നമ്മളാണ്. സത്യൻ, ശിവൻ, സുന്ദരൻ എന്ന പുണ്യനാമത്തിൽ നമ്മൾ ഇനി അറിയപ്പെടും. ഓക്കെ. കനകത്തിന് കവിത നിറയും കലവറ.
ചുങ്കത്ത് പ്രിൻസ് ജ്വല്ലേഴ്സ്. ഹായ് കിച്ചു. ഹായ്. നിക്കുന്നേ, എങ്ങോട്ട് വലിയ തിരക്കില്ല? അല്ല, ഒരു അല്പം തിരക്കുണ്ടതാ. നിക്കുന്നേ, എന്താ ഭാര്യയോട് പിടക്കാണോ? അത് കൊള്ളാം. ഡൽഹിന്ന് ഫാക്സ് വന്നിട്ടുണ്ട്. 7 സീസിന്റെ കോൺട്രാക്ട് കൺഫേം ആക്കിന്ന്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എങ്ങനെയായാലും അത് ശരിയാണ്. സാറ് വേറെ എവിടെയോ ആണല്ലോ. വർമാജി, പണവും നേരവും പാഴാവുന്നല്ലാതെ ഒരിക്കലും ഇവളൊന്നും പിടിതരുന്നില്ലല്ലോ. അതാ പെങ്കൊച്ചന്റെ കുഴപ്പം കൊണ്ടൊന്നല്ല. പിന്നെ അന്നപൂർണേശ്വരി ശാപം കിട്ടിയ ഒരു മുനിയുടെ കഥയുണ്ട്. ഇഷ്ടഭക്ഷണങ്ങളെല്ലാം മുന്നിലെത്തും, പക്ഷെ ഭക്ഷിക്കാനുള്ള യോഗമില്ല. ഇങ്ങനെ തൊടാതെ ഇങ്ങനെ തൊട്ടാ മതി. കാര്യം പറ. എന്നാ അങ്ങനെ തൊടാം. രാവിലെ ഷൂട്ടിങ്ങിനായി കൊച്ചിങ് വരും. അപ്പൊ സാറ് തിരക്കില്. സാറ് ഫ്രീ ആവുമ്പോ കൊച്ചു ഹോസ്റ്റലിലെത്തും. പിന്നെങ്ങനാ? തെളിച്ചു പറ. ഞാനൊരു പ്ലാൻ പറയട്ടെ. ഒരു ഔട്ട്ഡോർ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തൂടെ? ഇതിന്റെ ബാക്കി വല്ല ഊട്ടിയിലോ ബാംഗ്ലൂരിലോ പോണ്ടിച്ചേരിയിലോ മറ്റോ. അതാവുമ്പോ പെങ്കൊച്ചി 24 മണിക്കൂറും സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കും. വർമാജി, ഓ താങ്ക് യു വെരി മച്ച്. ഗ്രേറ്റ് ഐഡിയ. അഖില, താൻ വളരെ ലക്കിയാണല്ലോ. എന്താ മനു? അഖില ചെയ്ത ആദ്യത്തെ ആഡ് തന്നെ നോർത്ത് ഇന്ത്യയിൽ ക്ലിക്കായി. റഷസ് കണ്ടപ്പോഴേ കമ്പനി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇപ്പതാ പുതിയ ഓഫർ. പക്ഷെ ഇത്തവണ ഫ്ലോറിലായിരിക്കില്ല, ഔട്ട്ഡോറാ. പോണ്ടിച്ചേരിയാ കമ്പനിക്ക് താല്പര്യം. ഞാൻ ഓക്കെ പറഞ്ഞു. നാളെ തന്നെ പുറപ്പെടണം. അല്ല, ഇത്ര പെട്ടെന്ന് പോണോന്ന് പറഞ്ഞാല് പിന്നെ ഞാനും അത് ചോദിച്ചു. പക്ഷെ ഇമ്മീഡിയറ്റ് റിലീസ് വേണമെന്നാണ് കമ്പനി പറയുന്നത്. അല്ല, എന്നാലും ഇയാളെല്ലാം പോയി അറേഞ്ച് ചെയ്തേ. പോയെ. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. അതുപോലെ ഇപ്പല്ലേ? മനസ്സിലായില്ല. ഒഴിവ് കിട്ടുമ്പോ അഖിലയും കൂട്ടി ഒരു ട്രിപ്പ് അടിക്കാമെന്ന് 2 ദിവസമായി ഞാനും ആലോചിക്കായിരുന്നു. അഖിലയ്ക്കും ഒരു ചേഞ്ച് ആവുമല്ലോ. ദാ ഇപ്പൊ അതും ഒത്തു. മനസ്സിലായില്ലേ? അതായത് നിനക്കിത് എന്തിന്റെ സൂക്കേടാക്കിച്ചു? എടാ, കനകമൂലവും കാമിനി മൂലവുമാണ് മനുഷ്യന്റെ സമനില തെറ്റുന്നെന്ന് പറയുന്നതിന്റെ ലേറ്റസ്റ്റ് തെളിവാണ് നീ. അവളുടെ പാട്ടിന് വിട്ടങ്ങനെ എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞു. ദേ അങ്ങോട്ട് നോക്കിയേ, അത് കണ്ട. ആ സന്തോഷം നിനക്ക് കൊടുക്കാൻ പറ്റോ? പറ്റില്ല. എന്തുകൊണ്ട്? നിന്റെ കയ്യിൽ പണമില്ല. അവക്ക് വേണ്ടത് പ്രേമമല്ല, പണമാണ്. അതിന്റെ തെളിവാണ് ആ കാണുന്ന ചിരി. എടാ, നിനക്കറിയില്ല എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ ഒരു പോണ്ടിച്ചേരി ട്രിപ്പ് പ്ലാൻ ചെയ്തത്? എടാ, കുമ്പളം നടന്നത് കുരു എടുക്കാനല്ലോ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊക്കെ വെറും കോമാളികളാ, സർക്കസ് കൂടാരത്തിലെ ജോക്കർ. എടാ, പൂജ്യത്തിന് സ്വന്തമായിട്ട് വിലയില്ല. അത് 1-നോടോ 10-നോടോ 100-നോടോ ചേരുമ്പോ അത് 10ആയും 100ആയും 1000ആയിട്ടൊക്കെ മാറും. അതുപോലെ നമ്മളൊക്കെ വെറും വട്ട പൂജ്യം, വെറും വട്ട പൂജ്യം. അവന്മാര് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. ഇനി 2 ദിവസത്തെ ഷൂട്ടിംഗ് അല്ലേ ഉള്ളൂ റജി. ഫിഷ് ഫ്രൈ ഒന്നും കൊടുക്കണ്ട, ഫിഷ് കറി കൊടുത്താ മതി. എന്താ നീ അറിഞ്ഞ എന്ത്? ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനായിട്ട് മനസ്സാറ് പോണ്ടിച്ചേരിക്ക് പോകുന്നു. അതെ, പോണ്ടിച്ചേരിക്ക് പോകുന്നു. ഒപ്പം കുറെ മോഡൽസ് ഉണ്ട്. ഇതും പറഞ്ഞതല്ലേ, നിനക്കെന്താ വട്ടായ? പക്ഷെ രഞ്ജു ചേച്ചി പോകുന്നില്ല. എടാ, ഇതിന്റെ ഇടയിൽ രഞ്ജു ചേച്ചി എങ്ങനെ വന്നു? എടാ മണ്ട, ബാല് പുറകിലുണ്ട്. ഓ, രഞ്ജു ചേച്ചി. ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനായി മനസ്സാറ് നാളെ പോണ്ടിച്ചേരി പോകുന്നു. ഒപ്പം കുറെ മോഡൽസും. അതിനിടെ രഞ്ജു ചേച്ചി എന്തിനാ? എടാ ജീവ, എന്നാലും മനസ്സാറ് മോഡൽസ് മാത്രം രഞ്ജു ചേച്ചി എങ്ങനെ പറഞ്ഞു? അതൊക്കെ മനസ്സാന്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ആ ട്രിക്ക് രഞ്ജു ചേച്ചി അറിയാതിരിക്കുന്നല്ലേ നല്ലത്. പോണ്ടിച്ചേരിയിലോ കോയമ്പത്തൂരിലോ എവിടെ വേണമെങ്കിലും പോട്ടെ. കോയമ്പത്തൂരല്ല, പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി എന്ന് പറയുമ്പോ പോണ്ടിച്ചേരിയിലേക്ക് പോകുമ്പോ പോട്ടെ. കേട്ട് കാണൂല്ലേ? കേട്ട് കാണും. അപ്പൊ ഇനി കഥ മാറും, ക്ലൈമാക്സും മാറും. നീ എന്താടാ എന്നെ വിളിച്ചത്? ജോക്കർ അല്ലേ? ഇപ്പൊ മനസ്സിലായോ ഈ ജോക്കർ വിചാരിച്ചാൽ കളി കൊഴുപ്പിക്കാനും കുഴപ്പിക്കാനും പറ്റുമെന്ന്? സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ മനസ്സാറിന്റെ പോണ്ടിച്ചേരി പദ്ധതി ഗോവിന്ദ. എന്താടാ? ഒരു സ്വപ്നം കണ്ടതാ. എടാ, ഇത് പോണ്ടിച്ചേരിയാണ്. ടെൻഷനൊക്കെ മാറ്റി വെച്ച് ഒന്ന് ഉല്ലസിക്കാനാണ് നമ്മൾ ഇവിടെ വന്നത്. അതിന്റെ ഇടയിലെ നട്ടുച്ചക്കര സ്വപ്നം കാണലേ. ഞാനും കണ്ടു സുന്ദരമായ ഒരു സ്വപ്നം. പോണ്ടിച്ചേരി ബീച്ചിലെ അഗാധമായ കടൽപ്പരപ്പിൽ ഒരു സ്വർണ്ണ നൗകയിൽ ഞാനും ഒരു ഫ്രഞ്ച് മദാമയും മാത്രം. നൗക അകലങ്ങളിലേക്ക് ആടി ഉലഞ്ഞ് നീങ്ങും തോറും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞങ്ങൾ അടുക്കുകയായിരുന്നു. ഒടുവിൽ അതൊരു ചുംബനത്തിന്റെ പക്കോളം എത്തിയപ്പോ പണ്ടാരടങ്ങാനായിട്ട് നിന്റെ ഒരു ഒടുക്കത്തെ ദുസ്വപ്നം. കിടന്നു ഉറങ്ങടാ. ഞാൻ ബാക്കി കാണട്ടെ. പകൽക്കിനാവ് ഫലിക്കുമെന്നാ. എടാ, മനസ്സാറും അഖിലേ എപ്പോഴേ എത്തി. മുറി കയറി കഥ കൂടച്ച്. ഒരു മുറിയിലോ? 2 മുറിയില്. അത് പുറത്തു നിന്ന് നോക്കിയാല്.
അകത്താണെങ്കിലോ രാത്രി കൂടുവിട്ട് കൂടുമാറാൻ ഇടയ്ക്കൊരു മരവാതിൽ മാത്രം. മരവാതിലോ എന്ന് വെച്ചാ? ആശാരിമാര് മരം കൊണ്ട് പണിയുന്ന വാതിലാണ് മരവാതിൽ എന്ന് പറയുന്നത്. എടാ മനുസാറിന് അകലെ കാണാൻ പുറത്തിറങ്ങണ്ട, അകത്തൂടി തന്നെ ഒരു പൊനാങ്കി വാതിലുണ്ടെന്ന് അർത്ഥം. അല്ല ഈ വാതിലില്ലാത്ത ഞാൻ ആ സ്വപ്നം ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ പ്ലീസ്. ആരാ? ഈ വാതിലിൽ വേറെ ആരും മുട്ടാൻ? ഞാൻ തന്നെയാ മനു. വാതിൽ തുറക്ക്. എന്തിനാ? ഇതെന്ത് ചോദ്യം? നമുക്കിടയിൽ എന്തിനാ ഒരു മറ? നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. തുറക്ക് തുറക്ക് തുറക്ക്. എനിക്ക് ഉറക്കം വരുന്നു മനു, ഞാൻ കിടന്നു കഴിഞ്ഞതാ. നമുക്ക് നാളെ സംസാരിക്കാം. അപ്പൊ അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല. നാളത്തെ ഷൂട്ടിങ്ങിന്റെ കാര്യം പറയാനാ. ഉറക്കമൊക്കെ ഞാൻ മാറ്റിത്തരാം. ദേ ഞാൻ 10 വരെ എണ്ണും, അതിനു മുമ്പ് തുറന്നിരിക്കണം. ദേ ഞാൻ എണ്ണാൻ തുടങ്ങുന്നു. 1 2 3 4 5 6 7 അതിലേ വന്ന കൊച്ചു കള്ളി. നീ ഇവിടെ വെൽക്കം. താങ്ക് യു. ഞാൻ ഒറ്റയ്ക്കല്ല. പിന്നെ ഞാനും ഉണ്ട് അളിയാ. ആദ്യം ബാലുവേട്ടനോട് താങ്ക്സ് പറ. എന്തിന്? ഇത് ബാലുവേട്ടന്റെ ഐഡിയ അല്ലേ മനുവേട്ടൻ ഒരു സർപ്രൈസ് തരാൻ? ഓ നിന്റെ ഐഡിയ ആയിരുന്നല്ലേ. താങ്ക്സ്. പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ടല്ലേ അളിയനെ രഞ്ജുവിനെ അറിയിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചു. ഏതായാലും ഹെൽപ്പ് വളരെ നന്നായി. അപ്പൊ എല്ലാം പക്കയല്ലേ? ഇനിയിപ്പൊ നിങ്ങളായി, നിങ്ങളുടെ പാടായി. ഞാൻ എന്റെ റൂം ഒന്ന് ശരിയാക്കട്ടെ. ഹാവ് എ നൈസ് ടൈം അളിയാ. വളരെ ഹാപ്പിയാ ഹാപ്പിയാ. ഇതുകൂടെ വെച്ച കേട്ടോ. പൂവർ അളിയൻ. നല്ല സ്ഥലം, എനിക്ക് ഇഷ്ടമായി. അതെ, നമ്മുടെ ഹണിമൂൺ ഇവിടെ വരായിരുന്നു അല്ലേ മനുവേട്ട? കറക്റ്റ്. ഞാനും അതിനെ പറ്റി ആലോചിച്ചു. ഒന്നും ചോദിച്ചില്ലല്ലോ. എവിടെ നമ്മുടെ ഹണിമൂൺ കപ്പിൾസ്? ആര്? കിച്ചു അഖിലേയും. ഓ നമ്മുടെ കിച്ചു അഖിലേയും. അവരവരെ മുറി കാണാം. നമുക്ക് പോയി കാണാം. വേണ്ട വേണ്ട. അതെന്താ? നീ എന്തായി പറയുന്നത്? നമ്മൾ അങ്ങോട്ട് എന്ന് കാണാനോ? നമ്മുടെ ശമ്പളം പറ്റുന്നവർ ഇങ്ങോട്ട് വന്നല്ലേ കാണേണ്ടത്? അതിന് ഞാൻ വന്നത് അവർ അറിഞ്ഞിരിക്കില്ലല്ലോ. രാവിലെ അറിയുമല്ലോ. അത് പോരാ, എനിക്ക് ഇപ്പൊ കാണണം. മനുവേട്ടനെ ഞെട്ടിച്ച പോലെ എനിക്ക് അവരെ ഒന്ന് ഞെട്ടിക്കണം. മനുവേട്ടനല്ലേ എപ്പോഴും പറയാറ് കിച്ചു സ്വന്തം അനിയനെ പോലെയാണെന്ന്. എന്നിട്ട് ഇപ്പൊ മാത്രം എന്താ ഒരു ശമ്പളക്കാരനായത്? അതല്ല, എന്നാൽ ഈ രാത്രി അവരെ ബുദ്ധിമുട്ടിക്കണ്ട. അതൊന്നും സാരമില്ല, അവർക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടാവില്ല. മനുവേട്ടൻ വരണ്ട, ഞാൻ പൊയ്ക്കോളാം. ഏതാ മുറി? അത് വേണ്ട, ഞാനിവിടെ വരാം. പക്ഷെ ഈ വേഷത്തിൽ വേണ്ട. യാത്ര ചെയ്ത് വന്നതല്ലേ, ഒന്ന് ഫ്രഷ് ആയിട്ട് വരും. അത് കറക്റ്റ്. ഞാനിപ്പോ അതല്ല ബാത്റൂം, അതാണ് ബാത്റൂം. ഇത് വേറെ മുറിയാ. മുറിയോ? ആ കിച്ചുവിന്റെ മുറി. കിച്ചന്റെ മുറിയോ? ഇത്ര അടുത്തോ? അത് നന്നായി. 2 കപ്പിൾസ് അടുത്ത്. ഓക്കേ, ഒരു 5 മിനിറ്റ്. ഓക്കേ. എന്റെ ആടിമുടി നിറഞ്ഞപ്പോ നെഞ്ചിലൊരു പുല്ലേ പുല്ലേ. നീ എപ്പ ഇതിന്റെ അകത്ത് കയറി? ഞാൻ എപ്പോഴേ കയറി. ഫോൺ അടിക്കുന്നു, നീ പോയി എടുക്ക്. നീ പോയി എടുക്ക്, ഞാനൊന്നും ഇട്ടിട്ടില്ല. ഞാനും ഇട്ടിട്ടില്ലെന്ന്. പിന്നെ നിനക്ക് പോയി എടുത്തൂടെ? അവിടെ കിടന്നടിക്കട്ടെ. പക്ഷെ അടിയുടെ താളം കേട്ടിട്ട് അഖിലയാണോന്നൊരു സംശയം. ആണോ? ഈ കഴുത എവിടെ പോയി കിടക്കുന്നു? ഹലോ, നീ അവിടെ എന്തെടുക്കുക? ചെവി കേട്ടൂടെ നിനക്ക്? അപ്പൊ മനസ്സാറായിരുന്നോ? എന്താ സാർ? നീ വേഗം അഖിലയുടെ മുറിയിലോട്ട് ചെല്ല്. എന്തിനാ സാർ? എടാ രഞ്ജു, ആ പണ്ടാരക്കാരൻ ബാലുവും കൂടെ വന്നിട്ടുണ്ട്. അവക്കിപ്പൊ നിന്നെ അഖിലെ ഒരുമിച്ച് കാണണമെന്ന്. നിന്നെ അവിടെ കണ്ടില്ലെങ്കിൽ ആ കൂടെ കുഴപ്പമാവും. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ല്. അല്ല സാർ, അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാനിപ്പോ. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ഏതവസ്ഥയിലായാലും ഇപ്പൊ ചെല്ലണം. വേഗം. ശരി സാർ. ജീവ, അവള് മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു അല്ലേ? അതേ പറഞ്ഞു. കൂട്ടിന് ഞാനും വേണോ? വേണോന്നോ? തീർച്ചയായും വേണം. പിന്നെ പല്ല് തേക്കാൻ വേണ്ടി ഇറങ്ങി. മാനം കാത്തത് ഇല്ലെന്നേ, പിന്നെ വിളിച്ചിട്ടേ ഇല്ല. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഡോണ്ട് വറി ജോത്സ്ന. ഗുഡ് നൈറ്റ്. കുളിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വരാൻ പറഞ്ഞു. പുറത്തു പോയില്ലെങ്കിൽ ഞാൻ ബഹളം ഉണ്ടാക്കും.
പുറത്ത് പോയാൽ ബഹളമാകും. ഞാൻ മനസ്സാറിനെ വിളിക്കും കേട്ടോ. അയ്യോ മനസ്സാറ് പറഞ്ഞിട്ടോ. മനസ്സാറ് പറഞ്ഞിട്ടോ. അതായത് രഞ്ജു ചേച്ചി വന്നിട്ടുണ്ടെന്നും വേഗം അങ്ങോട്ട് ചെല്ലാനും മനസ്സാറ് പറഞ്ഞു. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞാ അങ്ങോട്ടല്ലേ ചെല്ലണ്ടേ? അയ്യോ അങ്ങോട്ടെന്ന് പറഞ്ഞാ അങ്ങോട്ടല്ല ഈ ഇങ്ങോട്ട്. ഇങ്ങോട്ടോ? അതായത് രഞ്ജു ചേച്ചി വന്നിട്ടുണ്ടെന്നും വേഗം അഖിലയുടെ മുറിയിലേക്കും ചെല്ലാൻ മനസ്സാറ് പറഞ്ഞു. അവരിപ്പോ നമ്മളെ കാണാൻ ഇങ്ങോട്ട് വരും. നമ്മളെ കാണാൻ അപ്പൊ ഞാൻ വേണ്ടേ? കിച്ചു, ടവൽ അഴിയാതെ സൂക്ഷിക്കണേ. അത് ഞാൻ നോക്കിക്കോളാം. അവരെത്തി മഹാഭാഗ്യം. അല്ല അവർ രണ്ടുപേരും പുറത്തു പോയിരിക്കായിരുന്നു. ഈവനിങ് വാക്കിന് അവർ തിരിച്ചെത്തി. വെറുതെ കിടക്കുക. ഹായ് രഞ്ജു ചേച്ചി, സർപ്രൈസ്. ഇത് എപ്പ എത്തി? കുറച്ചു നേരമായി. മണി 8 ആയല്ലേ ഉള്ളൂ. അതിനു മുമ്പ് ഉറക്കമായോ? ഉറങ്ങേ, അത് കുറച്ച് കഴിയും. ഈ എസിയുടെ തണുപ്പിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ നല്ല സുഖം അല്ലേ അല്ലേ ഡാർലിംഗ്? ശരി, എന്നാ ഞങ്ങൾ കട്ടുറുമ്പുകളാവുന്നില്ല. എന്റെ വക ഒരു സമ്മാനം. എന്താ ചേച്ചി അത്? എഴുന്നേറ്റ് നോക്ക്. പിന്നല്ലാതെ അങ്ങനെ എഴുന്നേറ്റ് വരാൻ പറ്റിയൊരു അവസ്ഥയിലല്ല ഇപ്പൊ. അതാ ഒരു മിനിറ്റ്. കിച്ചു പെട്ടെന്ന് എഴുന്നേറ്റ്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഒഫീഷ്യൽ. ഇപ്പോഴോ? ഇമ്മീഡിയറ്റ്. എന്തൊക്കെയാ പറഞ്ഞത്? തണുപ്പത്ത് കെട്ടിപ്പിടിച്ചെടുക്കാൻ സുഖാണത്രേ. വേറെ ഒന്നും കിട്ടിയില്ല പറയാൻ. അപ്പ വായി വന്ന് പറഞ്ഞു പോയി. മതി അഭിനയം മതി. നിന്റെ റൂം പോ. നിന്നോട് പറഞ്ഞു. ഓ അത് വേണ്ടതല്ലേ? ഇയാളല്ലേ പറഞ്ഞ എനിക്ക് നാണമില്ല ഡ്രസ് മാറാൻ. ഞാൻ മാറി അത്ര തന്നെ. ഇനിയിപ്പോ വേണം ഊരി തരാം. എന്താ കാണിക്കുന്നത്? കഴിഞ്ഞ എന്താ കിച്ചു അത്? രഞ്ജു ചേച്ചിയുടെ ഗിഫ്റ്റാ. മെയ്ഡ് ഫോർ ഈച്ച് അതർ. കിച്ചു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഓഹോ, അങ്ങനെ ഒരു ഇമോഷൻ തനിക്കുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ റിമോട്ട് ഇതാ. എനിക്ക് ആ ഫിലിം കാണണം. എന്താ എനിക്ക് ആ ഫിലിം കാണണ്ട? അത്രയ്ക്കായോ? ഇത് എന്റെ റൂമാ. എനിക്ക് ഇഷ്ടമുള്ള ചാനൽ ഞാൻ കാണും. റിമോട്ട് കണ്ടോ? ആ റിമോട്ട് തരാൻ. ഇവിടെ കളിക്കില്ല. റിമോട്ട് തരാൻ. ഓഹോ, സേഫ് ലോക്കറിൽ ഒളിപ്പിച്ച. സാരമില്ല, വഴിയുണ്ട്. നിന്നെ ഞാൻ കാണിച്ചു തരാം. കിച്ചു പ്ലീസ്, ഐ ബെഗ് യു. നല്ലൊരു സിനിമയാ, ഞാനൊന്ന് കണ്ടോട്ടെ. അങ്ങനെ സോഫ്റ്റ് ആയിട്ട് പറ. എന്നാ കണ്ടോ മാതാമയുടെ ഒരു ഇംഗ്ലീഷ് പടം. സൗണ്ട് ഇല്ലല്ലോ. നാശം, ഒരു പൊട്ട ടിവി. അത് ടിവിയുടെ കുഴപ്പമൊന്നുമില്ല, ടെലികാസ്റ്റിംഗിന്റെ. അയ്യോ, എനിക്ക് ഡയലോഗ് കേൾക്കണം. അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഡയലോഗ് കാണാതെ അറിയാം. ഈ പടം ഞാൻ 10 പ്രാവശ്യം കണ്ടതാ. ഞാനും കണ്ടിട്ടുള്ളതാ. എന്നാ ഒരു കാര്യം ചെയ്യാം. ഈ ഹീറോയുടെ ഡയലോഗ് ഞാൻ പറയാം, ഹീറോയിന്റെ ഡയലോഗ് താൻ പറ. ഓക്കെ? ഓക്കെ, ഞാൻ റെഡി. ഒരു നിഴൽ പോലെ നിന്റെ പിന്നാലെ എപ്പോഴും ഞാനുണ്ടായിരുന്നു. എന്നിട്ടും നിന്റെ മനസ്സ് പഠിക്കാൻ എനിക്കിനിയും കഴിഞ്ഞിട്ടില്ല. എന്നിൽ നിന്നും നീ അകലുകയാണോ അതോ അടുക്കുകയാണോ? എവിടെ നിന്നാണ് ഞാൻ അതിന് ഉത്തരം കണ്ടെത്തേണ്ടത്? നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ അത് എന്നോട് പറയാത്തിടത്തോളം നിനക്ക് ഉത്തരം കിട്ടില്ല. ആഞ്ഞടിക്കുന്ന തിരമാല പോലെയാണ് എന്റെ മനസ്സിപ്പോൾ. ആഗ്രഹിക്കുന്ന സ്വർഗതീരത്തണയാൻ കൊതിക്കുകയാണത്. രഞ്ജു, എന്താ നീ കാണിക്കുന്നത്? പതുക്കെ. കപ്പിൾസ് നല്ല റൊമാൻറ്റിക് മൂഡില. കേട്ടു നോക്കി. മറ്റൊരാൾക്ക് സമ്മാനിച്ച അനുരാഗത്തെ മോഹിക്കുന്നത് തെറ്റാണെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും പിന്മാറാനാവുന്നില്ല. എന്റെ പ്രേമത്തിന്റെ പനിനീർ പൂക്കൾ ഈ അധരങ്ങളിൽ ഞാൻ വർഷിച്ചോട്ടെ. എന്താ ഇത്? നന്ദി കേട്ടവൻ, ചതിയൻ, കാണിച്ചു കൊടുക്കാൻ ഞാൻ.
എന്താ ഇത്? പിന്നല്ലാതെ ഇതൊക്കെ വീട്ടിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. വൃത്തികെട്ടവൻ. എന്താ ഇവിടെ? എന്താ സാർ? ഒന്നുമില്ല. എന്താ ഇവിടെ വർത്താനം കേട്ടത്? ചില വൃത്തികെട്ട സൗണ്ടുകൾ. അതോ, ടിവിയിലെ സൗണ്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ ഡബ് ചെയ്ത് ഇങ്ങനെ കളിക്കുകയായിരുന്നു. ടിവിയിലായിരുന്നു? അതെ. ഓക്കെ ഓക്കെ ഓക്കെ. ആകെ പോയി. അറിയില്ല 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 എന്ത് ചോദിച്ചാലും അറിയില്ല നിനക്ക്. പിന്നെ എന്തറിയാം? ബാലുവേട്ടൻ എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല, അതാ നിന്റെ കുഴപ്പം. നിന്നോട് പറയാതില്ലേ അവൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്? എന്തിനാ? നീ ഒന്നും അറിയാതിരിക്കാൻ. എന്തറിയാതിരിക്കാൻ? ഓ, ഇങ്ങനെ ഒരു മണ്ടി. രഞ്ജു, പല തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അവന്റേതൊരു വഴിവിട്ട പോക്കാണെന്ന്. ഈ പോണ്ടിച്ചേരിയിൽ വെച്ച് അവന്റെ കള്ളക്കളി ഞാൻ വെളിച്ചു താക്കും. ഞാൻ ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നീ എന്റെ കൂടെ നിൽക്കണം, ഞാൻ എല്ലാം പക്കാക്കി തരാം. ഛേ, ഈ വല്യച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ. എന്താ മനു? എന്താ ഇത്? പതുക്കെ. രഞ്ജു അപ്പുറത്തുണ്ട്. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്ന അവള് വന്ന് കയറിയത് കാരണം അഖിലയോടൊന്നും മിണ്ടാൻ പോലും ഇതിലേട്ടും കഴിഞ്ഞിട്ടില്ല. ഒരു പദ്ധതി ഞാൻ പ്ലാൻ ചെയ്തു. എന്താ അത്? അഖില വേഗം റെഡി ആവണം. നമ്മളൊരു ഔട്ടിങ്ങിന് പോകുന്നു. കുറച്ച് അകലെയാ, രാത്രിയിലേ മടങ്ങി വരും. അയ്യോ, രഞ്ജു ചേച്ചി എന്നെ തിരക്കിയ. അതൊക്കെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ മാനേജ് ചെയ്തോളാം. അഖില ട്രീ ഹട്ടിൽ കയറിയിട്ടുണ്ട്. ഇല്ല. ഈ മരത്തിന്റെ മുകളിൽ കെട്ടിയുണ്ടാക്കിയ വീടാണ്. അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇപ്പൊ ഇറങ്ങണ്ട, ഞാൻ ഫോൺ ചെയ്യുമ്പോ ഇറങ്ങിയാൽ മതി. ഓക്കെ? ഇത് എവിടെയാ കറങ്ങി നടക്കുന്നത്? ഞാൻ റൂമിൽ ചെന്ന് നോക്കി. താനിതെങ്ങോട്ടാ കെട്ടി ഒരുങ്ങി? ഔട്ടിംഗ്. ഔട്ടിങ്ങോ? ആരുടെ കൂടെ? മനുവിന്റെ കൂടെ. ആ, കുറച്ച് അകലെന്നാ പറഞ്ഞേ. കിച്ചു ട്രീ ഹട്ടിൽ താമസിച്ചിട്ടുണ്ടോ? ഈ മരത്തിന്റെ മുകളിൽ കെട്ടിയുണ്ടാക്കിയ വീട്, അവിടെ ഞങ്ങളുടെ സ്റ്റേ. മടങ്ങി വരുമ്പോ രാത്രിയാവുന്നാ പറഞ്ഞ്. അയ്യോ, മനു ഇപ്പൊ വരും. രഞ്ജു ചേച്ചി അറിയാതെ പോന്ന്. ചേച്ചി എന്നെ തിരക്കിയ താൻ എന്തെങ്കിലും പറഞ്ഞു മാനേജ് ചെയ്തോളേ പ്ലീസ്. ചെയ്യാം മാനേജ് ചെയ്യാം. മനസ്സാറ് വിളിക്കേണ്ട താമസം. ഇറങ്ങി പുറപ്പെടാൻ നാണമില്ലല്ലോ എനിക്ക്. ചെല്ല് ചെല്ല്, എന്നിട്ടൊരു നല്ല പാര പണിത് വേഗം വാ. ഇതാരിത് ഈ നേരത്ത്? സമയത്ത് വിളിച്ചോണം. ഹലോ ഹലോ, മിസ്റ്റർ മാനവേന്ദ്രൻ. യെസ്, ഞാൻ ഇൻഡെക്സ് കേബിൾസിന്റെ MD കണ്ടത്തിൽ ജെയിംസ്. താങ്കൾ ഇപ്പോൾ പോണ്ടിച്ചേരിയിലുണ്ടെന്ന് ഓഫീസിൽ വിളിച്ചു പറഞ്ഞു. അതെ, ഞാനിപ്പോ പോണ്ടിച്ചേരിയിലാണ്. ഞാനും പോണ്ടിച്ചേരിയിലുണ്ട്. പുതിയ 1-2 ആഡിന്റെ ഓർഡറിനെ കുറിച്ച് താങ്കളുമായിട്ട് സംസാരിക്കാനുണ്ട്. ഞാൻ ഇത്ര തിരക്കിലാണ്. ആഫ്റ്റർനൂൺ ഫ്ലൈറ്റ് ഞാൻ ഡൽഹിയിലേക്ക് മടങ്ങും. അതിനുമുമ്പ് താങ്കളെ ഒന്ന് നേരിട്ട് കാണണം. ഞാനും കുറച്ച് തിരക്കിലാണ്, ഇന്ന് കാണാൻ സാധിക്കില്ല. അയ്യോ, അങ്ങനെ പറയരുത്. വേറെയും ക്ലയൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മിസ് ചെയ്ത നല്ലൊരു ലിങ്കാണ് നഷ്ടപ്പെടുന്നത്. ആയിക്കോട്ടെ, പക്ഷെ ഇന്ന് ഞാൻ ബിസിയാണ്. ഐ ആം സോറി. താങ്കൾ പോണ്ടിച്ചേരിയിലുണ്ടെന്ന് മിസ്റ്റർ നമ്പ്യാരാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. ഈ ഓർഡർ കമ്പനിക്ക് വേണമെന്ന് അദ്ദേഹമാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്തത്. താങ്കൾക്ക് താല്പര്യമില്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് വിളിച്ചു പറയാം. എന്നാ വെക്കട്ടെ. ഹലോ ഹലോ. യെസ്, ഹലോ. അല്ല, എവിടെയാ കാണേണ്ടത്? എവിടെ കാണുമെന്ന്? ഗോബട്ട് അവന്യൂവിൽ സ്റ്റാച്ചുവിന് മുമ്പിൽ കാണുന്നു പറ. അവിടെ കാണാം. ഗോബട്ട് അവന്യൂവിൽ സ്റ്റാച്ചുവിന് മുമ്പിൽ കാണാം. ഓക്കെ, ഞങ്ങൾ അവിടെ എത്താം. പക്ഷേ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ, എങ്ങനെ തിരിച്ചറിയും? തിരിച്ചറിയാൻ ഒരു മിനിറ്റ്. അതെ, തിരിച്ചറിയാൻ ഒരു അടയാളം പറയാൻ. അടയാളോ? അടയാളം പറയാം. 2 കയ്യിലും ഓരോ മാമ്പഴം പിടിച്ചോണ്ട് നിന്നാ മതി. ഓക്കെ. ഹലോ ഹലോ. മാമ്പഴോ? ഇതെന്തൊരു അടയാളം? ഇതൊക്കെ വട്ടാണോ? നമ്പ്യാരല്ലേ ഫ്രണ്ട്? ഈ കിച്ചു എവിടെ ഉണ്ട്? അത്യാവശ്യമായിട്ട് 2 മാമ്പഴം വേണം. എവിടെ കിട്ടും? നീലം മാമ്പഴം ആണെങ്കിൽ സേലത്ത് പോകണം. ഇനി മൽഗോവയാണെങ്കിൽ ഗോവയിൽ. ഒന്നും വേണ്ട, 2 സാധാ മാമ്പഴം മാർക്കറ്റിൽ പോയി മേടിച്ചോണ്ട്. അർജന്റ് ആണ്. എന്തിനാ സാർ ഇപ്പൊ മാമ്പഴം? വേദനിക്കത്തില്ലേ? പറയുന്നത് അനുസരിച്ചാ മതി. Come on, quick. അങ്ങോട്ട്. സ്വയം പാരയായി. അല്ലേലും നീ സ്വയം പാരയാണല്ലോ. ഇനി എന്നെ നിരപരാധിയാക്ക്. നിന്നെ
Indus cables. I don't want. I'm at. നോക്കൂ അടയാളം. അടയാളം. എന്നടാ ഇത്? പാമ്പാ? ബോംബാ? ഇത് മാങ്ങ. മാങ്ങവാ? കൂടിയിടാ അവനെ. ഓട്ട് മൂട്ട റാസ്കൽ. പേരെടാ അവനെ. Indus cables ഈ കണ്ടത്തിൽ ജെയിംസ്. അല്ല, ഔട്ടിങ്ങിന് പോയ ആൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണോ? എന്തു പറ്റി? വരാന്ന് പറഞ്ഞ ആള് മുങ്ങിയോ? മുങ്ങിയെങ്ക് മുങ്ങട്ടെ, അതിന് ഇയാക്കെന്താ? എനിക്കൊന്നുമില്ല. ആ ട്രീ ഹട്ടിലെ താമസം കൈവിട്ടു പോയത് കൊണ്ട് പറഞ്ഞതാ. അല്ലല്ലോ മനസ്സാർ ഇങ്ങനെയാ, പറഞ്ഞു പറ്റിക്കും. എവിടെയെങ്കിലും കാത്തിരിക്കാൻ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് മുങ്ങും. എന്നിട്ട് കമ്പനി തരാൻ എന്നോട് പറയും. എനിക്ക് ആരുടെയും കമ്പനി ഒന്നും വേണ്ട. പക്ഷെ എനിക്ക് വേണമല്ലോ. ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നു. വാ, നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. വാടോ, ഒന്ന് ചിരിക്കടോ. ഒന്നുമില്ലല്ലോ, ഞാൻ തന്റെ കെട്ടിയോനല്ലേ. ആ ചിരി വരുന്നുണ്ടല്ലോ, അപ്പ കമ്പനിക്ക് റെഡിയാണെന്ന് അർത്ഥം. സാർ ഇത് എവിടെയായിരുന്നു? ഞാൻ മുറിയിലും ആ പരിസരത്ത് ഒക്കെ തിരക്കി. സാറിന്റെ കൂടെ പുറത്തു പോകണമെന്ന് പറഞ്ഞ അഖില കൊറേ നേരം കാത്തിരുന്നു. എന്നിട്ട് തിരിച്ചു പോയോ? ഇപ്പതാ ആകെ മൂഡ് ഓഫ് ആയിട്ട് മുറിയിലേക്ക് പോയി. രഞ്ജു അറിയാതെ രഹസ്യമായ ഒരു ഔട്ടിംഗ് ഞങ്ങൾ പ്ലാൻ ചെയ്താ എല്ലാം തകർന്നു. തകർന്നോ? എങ്ങനെ? എല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ഒരുത്തം വന്ന് ഇവിടെ തമ്പടിച്ചിരിക്കല്ലോ ആ ബാലു. കള്ള ഫോൺ ചെയ്ത് നടു റോഡിൽ നിർത്തിച്ചു മാങ്ങയുമായിട്ട്. മാങ്ങയല്ല, പോലീസ്. പോലീസ് സ്റ്റേഷൻ വരെ കയറേണ്ടി വന്നു. അയ്യോ, അതെന്തിന്? അതൊക്കെ വലിയ കഥയാ. എനിക്ക് മനസ്സിലാകാത്തത് ഞങ്ങൾ രഹസ്യമായി പ്ലാൻ ചെയ്തത് അവൻ എങ്ങനെ അറിഞ്ഞു എന്ന്. അവൻ എന്നെ അറിഞ്ഞൂടാ. മനു ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയിട്ടേ അടങ്ങും. ഇന്നൊരു പദ്ധതി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവൻ എങ്ങനെ പൊളിക്കുമെന്ന് അറിയട്ടെ. നീ എന്നോടൊപ്പം നിന്നാ മതി. എന്താ സാർ പദ്ധതി? അതെ, ഭയങ്കര സീക്രട്ടാ. ശ്രദ്ധിച്ചു കേട്ടോ. ഇന്നത്തേക്ക് ഒരു എക്സ്ട്രാ മുറി കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. റൂം നമ്പർ 104 104. രാത്രി രഞ്ജു ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ആ മുറിയിൽ കയറും. എന്നിട്ട് അഖിലയെ ഫോണിൽ വിളിക്കും. ഇതാണ് ആ മുറിയുടെ താക്കോൽ. നിന്റെ മുറിയുടെ ടീപ്പോയുടെ പുറത്ത് വെച്ചാ മതി. വാതിലടയ്ക്കണ്ട. രാത്രി ഞാൻ വന്നെടുത്തോളാം. താക്കോല് സാറിന്റെ കയ്യിൽ തന്നെ വെച്ചാ പോരെ? എടാ, ഈ താക്കോല് കണ്ട രഞ്ജു എന്നെ സംശയിക്കില്ലേ? രഞ്ജു പറഞ്ഞാ ബാലു അറിയും, ബാലു പറഞ്ഞാ പദ്ധതി ഗോവിന്ദ. ഞാൻ പോയി അഖിലയോട് ഈ പ്ലാൻ എന്ന് പറയട്ടെ. ഷീ വിൽ ബി ഹാപ്പി. നീ എന്തിനാണ് കിടന്ന് ബേജാറാവണത്? നീയും അഖിലയും തമ്മിലുള്ള റൂട്ട് ക്ലിയർ ആയ സ്ഥിതിക്ക് ഇനി സ്വയം രക്ഷക്കുള്ള വഴി അവള് നോക്കിക്കോളും. അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സാർ വിളിച്ചാൽ അവൾക്ക് പോവാതിരിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് ഒരു വഴി? വഴിയുണ്ട്. എന്ത് വഴി? ഇടഞ്ഞു നിൽക്കുന്ന ഒരു വില്ലനില്ലേ കഥയില്? പഴയതുപോലെ കാര്യങ്ങൾ അവന്റെ ചെവിയിൽ എത്തിച്ചാൽ ബാക്കി കാര്യം അവൻ നോക്കിക്കോളും. അതാര്? ദേ, come on, action. വല്ലിച്ചിനിങ്ങി വാ. മാനവേന്ദ്രന്റെ ചുറ്റിക്കളി കണ്ടുപിടിച്ച് രഞ്ജുവിനെ ബോധ്യപ്പെടുത്താൻ പറ്റിയ അവസരം ഇതാ. എപ്പോ എത്തും? രാത്രിയിലോ? ഇന്ന് രാത്രിയിലോ? അത് മതി, പക്ക. ക്ലൈമറ്റോ? ക്ലൈമറ്റ് ഒക്കെ നല്ല ചൂടും തണുപ്പും അല്ലേ? ഓക്കെ ഓക്കെ. മനുസാറിന് താമസിക്കാൻ രഹസ്യമായിട്ട് വേറൊരു മുറിയോ? നീ എന്തായി പറയുന്നേ? ഒരാൾക്ക് താമസിക്കാൻ ഒരു മുറി പോരെ? എടാ മണ്ട, നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? രഹസ്യമായിട്ട് വേറെ മുറി എടുക്കുന്നത് എന്തിനാ? എന്തെങ്കിലും ചുറ്റിക്കളി കാണും. ഷൂട്ടിങ്ങിനെന്നും പറഞ്ഞ് കുറെ മോഡൽസിനെ കൊണ്ട് പോണ്ടിച്ചേരിയിൽ വന്നത് എന്തിനാണെന്നാ നിന്റെ വിചാരം? അയ്യേ, മനുസാർ ആ ടൈപ്പ് ആണോ? പിന്നല്ലാതെ, അതാണ് ആണുങ്ങള്. ഏത് മുറി എടുത്തിരിക്കുന്നു? 104. ഉറങ്ങിക്കഴിയുമ്പോ മുറിയിൽ വരണമെന്ന് ഏതോ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞു. ആ മുറിയുടെ താക്കോൽ മനുസാർ നമ്മുടെ മുറിയിലെ ടീപ്പോയുടെ മുകളിൽ കൊണ്ടൊന്ന് വെക്കും. കിടക്കാൻ നേരത്ത് മുറി അടക്കരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. രാത്രി മനുസാർ വന്ന് ആ താക്കോൽ എടുത്തുകൊണ്ട് പോകും. ഇതാണ് പദ്ധതി. അതിനെന്തിനാ താക്കോല് നമ്മുടെ മുറി വെക്കുന്നത്? മനുസാറിന്റെ കയ്യിൽ വെച്ചാ പോലെ. രഞ്ജി ചേച്ചി എങ്ങനെ ആ താക്കോല് കണ്ട സംശയം തോന്നൂലേ? ഓ അങ്ങനെ. എന്തൊരു ബുദ്ധി. ഇനി നീ ഇതാരോടും പറയാൻ പോകണ്ട. അവരായി അവരുടെ പാടായി. അല്ലെങ്കിൽ നമ്മൾ വെറുതെ നിരപരാധികളാവും. വന്നു. പാതിരാത്രിയായാലും നിനക്ക് ഉറക്കൊന്നുമില്ലേ? ഇന്നത്തെ രാത്രി എനിക്ക് ഉറക്കമില്ല വല്യച്ഛ. അതെന്താ? നിനക്ക് ഇന്നിവിടെ ശിവരാത്രിയാ? ഇന്ന് എനിക്ക് മാത്രമല്ല വല്യച്ഛനും ശിവരാത്രിയാ. തൽക്കാലം വല്യച്ഛൻ ഇവിടെ എത്തിയ വിവരം ആരും അറിയാൻ പാടില്ല. ഇനി വന്നേ,
ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞില്ലേ മനുവിന്റെ ചുറ്റിക്കളി കണ്ടുപിടിക്കാൻ പറ്റിയ അവസരം ഇതാണെന്ന്. എല്ലാം ഇന്ന് നേരിട്ട് കാണാൻ വല്ലിച്ച. നീ ചുറ്റി വളയാതെ കാര്യം എന്താണെന്ന് പറ ബാലു. അതൊക്കെ ഞാൻ മുറി ചെന്നിട്ട് എല്ലാം വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാർ മാറ്റിയിടാൻ പറഞ്ഞു. ഓപ്പറേഷൻ സക്സസ്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? 104-നകത്ത് എന്നെ ആക്കിയിട്ട് വല്ലിച്ച മുറി പൂട്ടണം. ഓക്കെ, പൂട്ടിക്കോ പൂട്ടിക്കോ. താക്കോൽ അവിടെ കൊണ്ടുവയ്ക്കുന്ന അവന്മാർ അറിയരുത്. സൂക്ഷിച്ചു വേണം. ആ കാര്യം ഞാൻ ഏറ്റു. സോറി സോറി. ഇയാളെങ്ങനെ ഇവിടെ എത്തി? അതെ, ഇയാളെങ്ങനെ ഇവിടെ എത്തി? ബാലു കൊണ്ടുപോയ താക്കോൽ എങ്ങനെ ഇയാളുടെ കയ്യിലെത്തി? അതെ, ഈ താക്കോൽ എങ്ങനെ ഇയാളുടെ കയ്യിലെത്തി? നീ ഇങ്ങോട്ട് മാറി. പിടികിട്ടി പിടികിട്ടി. എന്ത് പിടികിട്ടി? ഇത് അവര് തമ്മിലുള്ള ഒരു പ്ലേയാ. എന്ത് പ്ലേ? പറയാം. ബാലു കൊണ്ടുപോകുന്ന താക്കോൽ നമ്പ്യാർ തിരികെ കൊണ്ടുവന്ന് വെക്കുന്നു. വീണ്ടും ബാലു കൊണ്ടുപോകുന്നു, നമ്പ്യാർ തിരികെ വെക്കുന്നു. അങ്ങനെ കൊണ്ടുപോകുന്നു കൊണ്ടുവെക്കുന്നു, കൊണ്ടുപോകുന്നു കൊണ്ടുവെക്കുന്നു. അത് എന്തിനാണെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ അവര് തമ്മിലുള്ള ഒരു കളിയാണെന്ന്. എന്ത് കളി? ചുമ്മാ സമയം പോകാനായിട്ട്. കിടന്നുറങ്ങടാ. അതായത് മനസ്സിലായി. മനസ്സിലായില്ലേ? ഷേവിംഗ് ഫോം ഇതാരിവിടെ കൊണ്ടുവച്ചു. സ്പ്രേ. ഈ സ്പ്രേക്കൊക്കെ DTS സൗണ്ട് ആണല്ലോ. അല്ലേ വേണ്ട, അവിടെ ചെന്നിട്ട് അടിക്കാം. ഭാഗ്യം എല്ലാരും ഉറങ്ങി. ഇവന്മാർ കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ, ഒന്നും അറിയണ്ട. 104 എല്ലാം ക്ലിയർ. എന്താടാ? എടാ മനുസാറ് വന്ന് താക്കോൽ എടുത്തോണ്ട് പോയി. ഏത് താക്കോല്? എടാ 104-ന്റെ താക്കോല് കൊണ്ടുപോട്ടെ. അതിന് നിനക്കെന്താ? എടാ സംഗതി കുഴയില്ലേ? എന്ത് കുഴയാൻ? ഇവന്റെ കാര്യം. എന്റെ കാര്യം കുഴയാനാ? ഞാൻ കിടന്നുറങ്ങാൻ വേണേ. എന്തു സുനാമിയെങ്കിലും ആവട്ടെ. ഹലോ ഹലോ, ഞാനാ മനു. റൂമിലെത്തി, വേഗം വാ. സർ വേണ്ട, എനിക്ക് പേടിയാവുന്നു. ഒന്നും പേടിക്കണ്ടെന്നേ, ഇവിടെ അങ്ങ് ആരുമില്ല, എല്ലാരും ഉറക്കമായി. അല്ല അത് പിന്നെ ദേ എന്നെ ഡിസപ്പോയിന്റഡ് ആക്കരുത് പ്ലീസ്. വരണം, വന്നേ പറ്റൂ, ഞാൻ കാത്തിരിക്കുക. മോളെ 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 രഞ്ജു, എന്തൊരു ഉറക്കം. അച്ഛനോ? അച്ഛനിപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. അത് പോട്ടെ, എന്റെ പുന്നാര മരുമോൻ എവിടെ? മനു ഇവിടെ കിടന്നിരുന്നല്ലോ. ബാത്റൂമിലോ മറ്റോ പോയി കാണും. മനുവേട്ടാ,
എന്റെ മോളെ അങ്ങനെ വിളിച്ചാലും അവൻ കേക്കില്ല. അവൻ എവിടെയുണ്ടെന്ന് ഈ അച്ഛനറിയാം. അച്ഛൻ എന്തായി പറയുന്നേ? ഓ, പാതിരാത്രിയിൽ ഭാര്യയെ മുറിക്കകത്ത് ഉറക്കി കിടത്തിയിട്ട് മുങ്ങുന്നൊരു ഭർത്താവിനെയാണല്ലോ മോളെ നിനക്ക് കിട്ടിയത്. നീ ഇനി ഒന്നും പറയണ്ട, എല്ലാം നേരിട്ട് കണ്ടാലേ നിനക്ക് ബോധ്യാവുള്ളൂ. വന്നേ നോക്ക്, വെറുതെ എന്നെ ക്ഷമ പരീക്ഷിക്കരുത്. തനിക്ക് എന്താ എത്ര പേടി? അതൊന്നും പറഞ്ഞാ പറ്റില്ല, വന്നേ പറ്റൂ. 5 എന്തൊക്കെയുണ്ട് അളിയാ? ബാലു എന്താ ഇവിടെ? ഞാനിവിടെ യൂറിൻ പാസ് ചെയ്യാൻ വന്നതാ. അളിയൻ എന്താ ഇവിടെ? ഞാനിവിടെ പറ എന്താ? നീ എന്തിന്റെ പുറപ്പാടാ? അളിയൻ എന്തിനുള്ള പുറപ്പാടാ? എനിക്കിവിടെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം. അളിയന് യൂറിൻ പാസ് ചെയ്യണോ? എന്താ ഒരു പുളിച്ച ചിരി? ബാലു, നീ രഞ്ജുവിനോട് പറയരുത്, കിടന്നിട്ട് ഉറക്കം. എനിക്ക് തോന്നി. അതല്ല, അവൾ അറിയാതെ രഹസ്യമായിട്ട് 2 സ്മോൾ അടിക്കാൻ വേണ്ടി വന്നു. അതിപ്പോ രഞ്ജു അറിഞ്ഞാൽ എന്താ? അളിയന്റെ സ്മോൾ അടി പരസ്യമായ ഒരു രഹസ്യമല്ലേ? സ്മോൾ വന്നു, നമുക്ക് ഒരുമിച്ച് അടിക്കാം. അളിയൻ വാതിൽ വേണ്ട, ഞാൻ രഞ്ജുവിനോട് പറയില്ല. അളിയൻ വാതിൽ വേണ്ട, നീ പറയും, എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച് അടിക്കണം. പിന്നെ വിളിക്കാം. പിന്നെ വാ. മോളല്ല, ബിഗ്ഗ വല്യച്ഛൻ. അമ്മാവൻ എപ്പോ വന്നു? ഇപ്പൊ പൊട്ടി വീണതേ ഉള്ളൂ. പെട്ടെന്നൊരു ആഗ്രഹം, മരുമോനെ ശരിക്കൊന്ന് കാണണം. വരൂ, നമുക്ക് മുറിയിലേക്ക് പോവാം. ഈ 12-ാം മണിക്കൂറിൽ അവിടെ ആ മുറി ഉള്ളപ്പോൾ നിനക്ക് ഇവിടെ ഈ മുറിക്കകത്ത് എന്താ കാര്യം? അത് പിന്നെ ഏത് പിന്നെ? ആ മുറിയിലെ ബാത്റൂമിലെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല. ഈ മുറിയിലെ ബാത്റൂമിലെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നോണ്ടോ നോക്കാൻ വന്നാ. ഇത് നമ്മുടെ മുറിയല്ലേ? പാതിരാത്രിക്ക് നിനക്ക് എന്തിനാ ഫ്രഷ്? എന്താ ലൂസ് മോഷൻ? ഈ അമ്മാവന്റെ നീ മിണ്ടരുത്. തെണ്ടി, നിന്റെ ഈ പ്രായം കഴിഞ്ഞിട്ടാ ഞാനും ഇതുവരെ എത്തിയത്. പക്ഷെ ഇതുപോലെ ഒരു ചെറ്റത്തരം കാണിച്ചിട്ടില്ല. കെട്ടിയ പെണ്ണിനെ ഒറ്റയ്ക്ക് മുറിക്കകത്ത് ഉറക്കി കെടുത്തിയിട്ട് നീ ഇവിടെ പമ്മി ഒന്ന് കയറുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ മാത്രല്ല, ഞാൻ കണ്ടു. അമ്മാവൻ എന്തൊക്കെയായി പറയുന്നത്? പറയാ മാത്രല്ല, ഇനി പ്രവർത്തിച്ച് ഞാൻ കാണിച്ചു തരാം. രഞ്ജു, നീയെങ്കിലും ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. വേണ്ട, എനിക്കെല്ലാം ബോധ്യമായി. ഇത്രയും കാലം മനുവേട്ടനെ വിശ്വസിച്ച ഞാനാ മണ്ടി. എനിക്കിനൊന്നും കേൾക്കണ്ട. രഞ്ജു, നടന്ന കാര്യങ്ങളെല്ലാം നിന്നോട് മാത്രമായി പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്താം. വേണ്ട, നീ കുറെ കാലായി ഇവളോട് മാത്രമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. ഇപ്പൊ അവൾക്ക് എല്ലാം മനസ്സിലായി. രഞ്ജു, നീ ഇതിന് പിന്നെ ദുഃഖിക്കേണ്ടി വരും. അവള് ദുഃഖിക്കില്ല. ഇവളെ പൊന്നുപോലെ നോക്കുന്ന നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്. അവരോട് തന്നെ കണ്ടുപിടിച്ച് കെട്ടിച്ചു കൊടുക്കും ഞാൻ ഇവളെ. വാ മോളെ. രഞ്ജു, അവളെ വിളിക്കണ്ട, അവള് വരില്ല. ആ ചാപ്റ്റർ ക്ലോസ്ഡ്. ഗുഡ് ബൈ. എന്താ സാർ, എന്തു പറ്റി? എല്ലാം കുഴപ്പമായടാ. രഞ്ജു വളരെ ഫീൽ ചെയ്താ പോയത്. വേണ്ട, അകത്തോട്ട് കയറണ്ട. എനിക്ക് പറയാനുള്ളത് ഞാനത് പോണ്ടിച്ചേരിയിൽ വെച്ച് പറഞ്ഞു. നിനക്ക് പറയാനുള്ളത് നീയും പറഞ്ഞു. ഒടുവിലൊരു തീരുമാനവും. ഇനി നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് രഞ്ജുവിനെ കാണണം, അതിനാ ഞാൻ വന്നത്. രഞ്ജു ഉണ്ടായിരുന്നല്ലോ അവിടെ, നീയും കണ്ടതല്ലേ. അവൾക്ക് പറയാനുള്ളത് അവളും പറഞ്ഞു. ബാലു നിനക്കൊന്നും പറയാനേ പറഞ്ഞു കൊടുക്കണം. എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല. നീ പോടാ എന്റെ പാട്ടിന്. അമ്മാവ തമാശ കളിക്കാനുള്ള നേരമല്ലത്. രഞ്ജുവിനെ കണ്ടിട്ടേ ഞാൻ പോവും. എനിക്ക് അവളോട് സംസാരിക്കണം. പക്ഷേ അവൾക്ക് നിന്നോട് സംസാരിക്കണ്ടെങ്കിലോ? എല്ലാം കേട്ടോണ്ട് അകത്തിരിപ്പുണ്ട്. സംസാരിക്കാനേ പറയാനുണ്ടെങ്കിൽ ഇറങ്ങി വരില്ലേ? അവള് വന്നില്ലല്ലോ. നീ ഇനി ആരെ കാണാനീ നിക്കണേ? പിന്നൊരു കാര്യം, നീ നേരെ ആഫീസിലോട്ടാണ് പോകുന്നെങ്കിൽ അവിടെ പോയിട്ട് കാര്യമില്ല. ആ കസേര ഞാൻ മാറ്റി പണിയാൻ കൊടുത്തു അല്ലേടാ. പിന്നെ കമ്പനി വക കുറച്ച് പണം ബാങ്കിൽ കിടപ്പില്ലേ, അത് ഞാനങ്ങ് മരവിപ്പിച്ചു. ഇനി നിനക്ക് 5ഓ 10ഓ വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ തരാട്ടോ. നിങ്ങളൊരു മനുഷ്യനാണോ? അല്ലടാ, മൃഗം. കണ്ടാ മൃഗം. എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിലും നടക്കില്ല. രഞ്ജു എന്റെ ഭാര്യയാണെങ്കിൽ അവൾ എന്നോടൊപ്പം ജീവിക്കും. അവൾ എന്റെ മോളാണെങ്കിൽ ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കൂ. കാണാം. കാണാം. നീ പോടാ, വാടാ. വന്നു. അടിതെറ്റി ആനയെ വീഴുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ മതയാനെ പോലെ മതിച്ചടക്കുന്ന മനുഷ്യർ വീഴുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിർത്തണോ? ഒരു ലാർജ് കൂടെ അടിച്ചിട്ട് നിർത്തിയേക്കാം. ശവത്തി കുത്താനാണോ താൻ ഇവിടെ വന്നിരിക്കുന്നത്? അതിന് സാറ് ശവമായെന്ന് ആര് പറഞ്ഞു? യേശു ക്രിസ്തുവിനെ പോലെ ഉയർത്തെഴുന്നേക്കും മനുസാറ്. സോറി, അല്ലെങ്കിൽ ഞങ്ങൾ എഴുന്നേൽപ്പിക്കും. അല്ലടകിച്ചു ജീവ മതി, ഓവറാക്കണ്ട. മനസ്സാറെ, ഞാൻ ഓവർ ആയിട്ടില്ല. ഇപ്പൊ തന്നെ ഈ രാത്രിയിൽ രഞ്ജു ചേച്ചിനെ വിളിച്ചിറക്കണോ? ഞങ്ങൾ റെഡി. ഒന്ന് പോടാ. ഒരു ലാർജും കൂടെ അടിച്ചിട്ട് ഞാൻ പൊക്കോളാം. അവളെ ഒന്ന് കാണാൻ കിട്ടുന്നില്ല, പിന്നെയാ വിളിച്ചിറക്കുന്നത്. ഞാനൊന്ന് കണ്ട് സംസാരിച്ചാ മതി, എല്ലാം തീരും. പാവം പെണ്ണാവള്. എനിക്കറിയാം, എന്നെ വെറുക്കാനൊന്നും പറ്റില്ല അവക്ക്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
സാറിന്റെ അമ്മാവനാണല്ലോ ഇപ്പൊ അടഞ്ഞു നിൽക്കുന്നത്. അങ്ങേരെ പാട്ടിലാക്കാനുള്ള വഴിയാണ് ഇനി ആലോചിക്കേണ്ടത്. മനുസാറിനെ കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറി അങ്ങേര് തന്നെ പെണ്ണിനെ കയ്യിലേക്ക് പിടിച്ചിരാനുള്ള വകുപ്പുണ്ടാക്കണം. പക്ഷെ എങ്ങനെ? അത് ആലോചിക്കാമല്ലോ. നിങ്ങൾ ഇരുന്ന് അല്ല കിച്ചു, രണ്ടെണ്ണം കഴിഞ്ഞാൽ നിർത്തി. പണച്ചാക്കുകൾ മാത്രം വരുന്ന ബാർ ഹോട്ടലാണിത്. അടിച്ച് പൂക്കൂറ്റിയായിട്ട് വരുന്നവന്റെ കയ്യിൽ പൂത്ത പണം കാണും. ഒറ്റയ്ക്ക് വരുന്നവനെ ഈ തോക്കിന്റെ മുറയിൽ നിർത്തി കയ്യിലുള്ളത് തൂത്ത് വാരിയെടുക്കാം. സത്യം ഈ തോക്ക് കണ്ട കള്ളത്തോക്കാന്ന് തോന്നില്ലല്ലോ. ആ തോക്കുമ്പോ കള്ളത്തോക്കെന്ന് എഴുതി വെച്ചിട്ടുണ്ടാ. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ധൈര്യം കൈവിടരുത്. ആ ദേ ഒരുത്തം വന്നുണ്ട്. മിണ്ടിപ്പോകരുത്. നിങ്ങൾ ആരാ? അതോ ലോകം അണ്ടർവേൾഡ്. ചോദ്യങ്ങളൊന്നും ഇല്ലാത്ത വേണ്ട. മര്യാദക്ക് കയ്യിലുള്ള എടുക്കടാ. എന്റെ കയ്യിലൊന്നുമില്ല. ഒന്നുമില്ല. ബാറോട്ടിൽ വെള്ളമടിക്കാൻ വന്നത്. ഇതെന്തിനാ കോലുമിട്ടായി വാങ്ങാനാ? ഞങ്ങളോട് വേലയിറക്കല്ലേ. കുണ്ടറയിലൊരു അണ്ടി മുതലാളിനെ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോയി തലർത്ത് കൊന്നില്ലേ? ഞങ്ങളുടെ പടം പത്രത്തിലാണ് വായിച്ചില്ലേ? അങ്ങനെ ഫ്രീ ആയിട്ട് മരിക്കണമെങ്കിൽ കൈകളൊക്കെ എടുക്കടാ. എന്റെ കയ്യിലൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? നിന്റെ കയ്യിൽ വാച്ചും മോതിരമൊക്കെ ഉണ്ട്. എടുക്കണേ. ഇതുപോലത്തെ പിച്ചക്കാശ് കൊണ്ട് മേലാ ബാറോട്ടിന്റെ മുമ്പിൽ കണ്ടുപോയത് പിടിച്ചു പോറി പാഴാശാനെ. ഇനി നമുക്ക് വില കിഡ്നാപ്പിംഗ് നോക്കാം. ഹലോ, ഒന്ന് നിന്നേ. സംഗതി സക്സസ് ആയാൽ പറഞ്ഞ തുക അമ്പതിനായിരം ഉടനെ കയ്യിൽ തരും. അതിരിക്കട്ടെ, ഞങ്ങൾ ഈ നമ്പ്യാരെ തട്ടിക്കൊണ്ട് വന്നാൽ അതിൽ നിങ്ങൾക്കുള്ള ലാഭം എന്താണ്? അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നത്? അറിഞ്ഞിരിക്കണം. ഞങ്ങൾ തട്ടിക്കൊണ്ട് നാളെ നിങ്ങൾ തട്ടിക്കളഞ്ഞ ഞങ്ങൾ സമാനം പറയണ്ടേ? അയ്യോ, തട്ടിക്കളയാനൊന്നുമല്ല. ഈ നമ്പ്യാർ എന്റെ മുതലാളിയാ. ചെറിയൊരു പിണക്കത്തിൽ അയാൾ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അയാളെ ഒന്ന് സോപ്പിട്ട് എന്നോടുള്ള തെറ്റിദ്ധാരണ മാറ്റിയാൽ എനിക്ക് ജോലിയിൽ തിരിച്ചു കയറാം. നിങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നു, ആ വിവരം ഞങ്ങളെ അറിയിക്കുന്നു. ഞങ്ങൾ വന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നു. പിന്നൊരു കാര്യം, ഈ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കുറച്ച് തല്ലൊക്കെ അത് കുഴപ്പമില്ല. ഈ തല്ല് ഞങ്ങൾക്ക് വളവാ. എല്ലാ പിന്നെ ആ പ്രശ്നം സോൾവ്. എവിടെ നിന്നാണ് തട്ടിക്കൊണ്ട് വരുന്നത്? അഡ്രസ് വിത്ത് പ്രൂഫ്? അഡ്രസ് ഒന്നും വേണ്ട, ഞങ്ങൾ കൂടെ വരികയല്ലേ. അപ്പൊ നിങ്ങൾക്ക് തട്ടിക്കൊണ്ടു പോരെ? ഞങ്ങൾ എങ്ങനെ തട്ടിയെടുക്കാനാ? ഞങ്ങളെ അവർക്ക് പരിചയമുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ തിരിച്ചറിയില്ലേ? അതിന് നിങ്ങളെ ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ. അത് പിന്നെ തട്ടിക്കൊണ്ടുവരാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഉറക്കമില്ലാത്തതുകൊണ്ട് രാത്രി ഉറക്ക ഗുളിക കഴിച്ചിട്ടാണ് അദ്ദേഹം കിടക്കുന്നത്. അയാൾ ഉറക്കുളിയ വിക്സ് ഗുളിക എന്ത് വേണം കഴിച്ചോട്ടെ. പക്ഷെ ഞങ്ങൾ അയാൾക്ക് ക്ലോറോഫോം കൊടുത്തിരിക്കും. സത്യം ശിവം സുന്ദരം. ഓക്കെ ഓക്കെ. എന്താണ് ഇത് തന്നെ വീട്? അതെ. ഇനി നേരെ പിറകിലേക്ക് പോവാം. രണ്ടാമത്തെ നിലയിലെ പുറകിലത്തെ വാതിലിന് ഒരു കൊളുത്തുള്ളതല്ലേ പറഞ്ഞിരിക്കുന്നു. അതിലേ വേണം അകത്തേക്ക് കയറാൻ. സത്യ, ഞാൻ ഇവിടെ നിൽക്കാം, നിങ്ങൾ അങ്ങോട്ട് ചെല്ലി. എന്താ ആശാന് പേടിയാ? പേടിയാ എനിക്കാ. എന്തിന്? ഞാനല്ലേ നിങ്ങളെ പഠിപ്പിച്ചത്. അതല്ലേ പേടി. ആശാൻ മുമ്പേ നടക്കും. എനിക്ക് പഠിപ്പിച്ചേ ശീലമുള്ളൂ, ചെയ്ത ശീലമില്ല. PT ഉഷയെ ഓടാറുള്ളൂ, കോച്ച് നമ്പ്യാരും ഓടാറില്ല. ആ ചെല്ലിയല്ലേ. ഗ്രില്ലിന് ഓട്ടയുള്ളത് കൊണ്ട് തുറക്കാം. തുറക്കട. ബി കെയർഫുൾ, ബി കെയർഫുൾ എന്ന് മുൻചാട്ടിട്ടാ. ആശാനെ സ്റ്റെപ്പ് വെച്ചത് നന്നായി, ഇല്ലെങ്കിൽ ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. എടാ നോക്കി പോണേ മോനെ. മുഖം മൂടി ഒന്നും വെക്കണ്ട. കൂർക്കം വലിക്കുന്നത് കേട്ടില്ലേ? ഉറക്കുള്ളി വെച്ച് കിടക്കല്ലേ? ഇയാളെ പൊക്കുന്നതിന് മുമ്പ് ഇതിനകത്തുള്ള വിലയെടുപ്പുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റാം. അത് ബുദ്ധി. നോക്കിയ ശിവ, നോക്കണേണ്. അതല്ലടാ, നോക്കിയടാ ഫോൺ. ഇനി നമുക്ക് ഇയാളെ പൊക്കാം. അല്ലേ ആശാനെ?
ആശാനോട് പോയി എവിടെ പോയി ആള് ഇപ്പൊ കണ്ടേനെ. മുഖം മൂടി വെക്കാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. ഭാഗ്യം. നല്ല വാച്ച്. തുടക്കം പിഴക്കില്ല. നമ്മുടെ സാറ് കല്യാണം കഴിക്കാണ്. നല്ല മേച്ച്. നീയായിരുന്ന അയാളെ പൊക്കാൻ വന്നിട്ട് ആശാനോടെ പോയി കിടക്കിയിരുന്നു. എടാ അയാളെ പൊക്കണതിന് മുമ്പ് വേറെ എന്തെങ്കിലും പൊക്കാൻ പറ്റുമോ നോക്കിയതല്ലേ. അതാണ് ഈ സുന്ദരനാശൻ. കണ്ടാടാ വാച്ച്. ഈ പെണ്ണിന്റെ ശിവ ഇത് നോക്കിയേ, ഇതവനല്ലേ ആ നമ്പ്യാരെ പൊക്കാൻ പറഞ്ഞവൻ? അതെ അവൻ തന്നെ. ഈ നമ്പ്യാരെ അവന്റെ മുതലാളിയാന്നല്ലേ പറഞ്ഞത്? ഇതിലെന്തോ കളിയുണ്ട്. എനിക്ക് പിടികിട്ടി, ഇവളവന്റെ ഭാര്യ, ആ കിളവൻ അവന്റെ അമ്മയപ്പൻ. കറക്റ്റ്. അപ്പൊ അവൻ നമ്മളോട് പറഞ്ഞത് കള്ളക്കഥ. എന്തോ നമുക്ക് ഈ കളിയൊന്നും മാറ്റി കളിച്ചാൽ എന്തിന്? നമുക്ക് ഈ കിളവനെ പൊക്കണ്ട, പകരം ഈ പെണ്ണിനെ പൊക്കാം. അതെന്തിനാ? പെണ്ണിനെ വിട്ടുകൊടുക്കണമെങ്കിൽ പറഞ്ഞുറപ്പിച്ചതിന്റെ ഇരട്ടി തുക നമുക്ക് ആവശ്യപ്പെടാ. അത് കലക്കി ഇപ്പൊ തന്നെ. എന്താ വൈകിട്ട? എടാ മണപ്പിക്കുന്ന സാധനം എടുക്കടാ. മണപ്പിക്കുന്ന സാധനം. Come on. കുട്ടി പേടിക്കണ്ട, ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഞങ്ങൾ പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ് ആണ്. കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നാണ്. അവന്മാര് മുതലാളി പൊക്കി കാണൂ, ഇതുവരെ വിളിച്ചില്ലല്ലോ. പൊക്കി കാണുമെന്ന് അവന്മാരെ വൃത്തികെട്ട കളർ കണ്ട് അറിഞ്ഞൂടെ പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ് ആണെന്ന്? പുഷ്പം പോലെ പൊക്കി കാണും. ഇനി രഞ്ജു അങ്ങനെ അറിഞ്ഞു കാണൂ? ഒരു ഈച്ച പോലെ അറിഞ്ഞു കാണില്ല. പിന്നെ സമയം കളയാതെ നമുക്ക് പോയി നമ്പ്യാസാരെ രക്ഷപ്പെടുത്താം. എടാ മണ്ടത്തരം പറയാതടാ. ഇപ്പൊ നമ്മൾ അവിടെ ചെന്ന മുതലാളി സംശയിക്കും. ആദ്യം കിഡ്നാപ്പേഴ്സിന്റെ ശബ്ദത്തിൽ രഞ്ജു ചേച്ചിയെ വിളിച്ച് മുതലാളിയെ പൊക്കിയ കാര്യം പറയണം. അന്തം വിടുന്ന രഞ്ജു ചേച്ചി ഉടനെ മനുസാറിനെ വിളിക്കും. എന്നിട്ട് വേണം നമ്മൾ പോയി രക്ഷപ്പെടുത്താൻ. കറക്റ്റ്. ഏതായാലും ചേച്ചി ഒന്ന് വിളിച്ചു നോക്കി. വിളിക്ക്. ഹലോ. അയ്യോ എന്താ സാർ? അമ്മാവനാ? അപ്പൊ അമ്മ പൊക്കിയില്ല. അതെന്താ പൊക്കാത്ത? പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. ഇനി അവിടെ പവർ കട്ടായിരിക്കോ? മിണ്ടായിരിക്കടാ. ഞാൻ നിരപരാധി. നമ്പ്യാർ ഇതാര്? അയ്യോ അമ്മാവൻ ഇങ്ങോട്ട് വിളിക്കുന്നു. ഇനി നമ്മുടെ പ്ലാനൊക്കെ അറിഞ്ഞു കാണുമോ? ഏതായാലും സാറിന് സംസാരിച്ചു നോക്ക്. ഹലോ, സത്യൻ ശിവൻ സുന്ദരൻ. ഇത് കിഡ്നാപ്പേഴ്സാ. അവന്മാർക്ക് അങ്ങനെ അമ്മാവന്റെ ഫോൺ കിട്ടി. ഇനി അമ്മാവന് വരും ഫോണാണോ പൊക്കിയത്? ഹലോ, നിങ്ങൾ എന്തൊരു പണിയാ കാണിച്ചത്? ആ നമ്പ്യാർ എന്താ പൊക്കാത്തത്? നമ്പ്യാരെ പൊക്കിയില്ല, പകരം വേറൊരാളെ പൊക്കി. നമ്പ്യാരുടെ മകളെ, അതായത് തന്റെ ഭാര്യയെ. അയ്യോ എന്താ സാർ? രഞ്ജുവിനെ പൊക്കിയെന്ന്. ഇവിടെ താനെന്താണ് പറഞ്ഞത്? അത് തന്റെ മുതലാളിയാണെന്നല്ലേ? സ്വന്തം അമ്മായിയപ്പനെ പൊക്കിച്ചിട്ട് പണം തട്ടാനുള്ള പരിപാടിയാണല്ലേ? അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. അതെ, ഇനി പെണ്ണെ കിട്ടണമെങ്കിൽ 1 ലക്ഷം രൂപ തരണം. അല്ലെങ്കിൽ പെണ്ണിന്റെ ശവം പോലും കാണില്ല. അയ്യോ 1 ലക്ഷം ചോദിക്കുന്നു. എന്റെ ഇത്രയും പൈസ ഒന്നുമില്ല. എന്നാ വേണ്ട, ഞങ്ങള് നമ്പ്യാരോട് വാങ്ങിച്ചോളാം. പിന്നൊരു കാര്യം, പോലീസിനെ മറ്റും അറിയിക്കാനാണ് ഭാവമെങ്കിലേ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ല, പെണ്ണിന്റെ ശവൂരിക്കും കാണുക. അമ്മാവാ നിക്ക് നിക്ക് നിക്ക്. നിന്നോടൊക്കെ ആരാ ഇതിനകത്ത് കിടക്കാൻ പറഞ്ഞേ? ഇവിടെ കയറി താമസിക്കാൻ വേണ്ടി വന്നൊന്നുമല്ല. സമൂഹത്തിൽ ഇത്തിരി നിലയും വിലയുള്ള ഒരുത്തനാ ഞാൻ. ഭാര്യ വേണമെങ്കിൽ പോയെന്ന് നാട്ടുകാരറിഞ്ഞാൽ എന്റെ നാണക്കേട് എനിക്കാ. നാണക്കേടാ? അങ്ങനെയൊന്നും ഉണ്ടോ നിനക്ക്? അതൊക്കെ ഓരോ പോക്കിരിത്തരങ്ങൾ കാണിച്ചു കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു. ഒരു പോക്കൃത്തരവും ഞാൻ കാണിച്ചിട്ടില്ല. രഞ്ജു എന്റെ ഭാര്യയാണ്. ഞാൻ വിളിച്ചാൽ അവൾ വരുമെങ്കിൽ അവളെ ഞാൻ കൊണ്ടുപോകും. നിന്റെ മുഖം പോലെ അവൾക്ക് കാണണ്ടാ പറഞ്ഞേ. അത് അവള് പറയട്ടെ. അവള് മുഖത്ത് നോക്കി പറഞ്ഞാൽ നീ പോവോ? അവള് മുഖത്ത് നോക്കി പറഞ്ഞാൽ ഞാൻ പോകും. എന്നാ ഞാൻ പറയിപ്പിക്കാം. രഞ്ജു, രഞ്ജു, മോളെ രഞ്ജു, 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 രഞ്ജു മോളെ, രഞ്ജു.
അവളിത് എവിടെ പോയി? കുളിക്കേ? ഏയ് ഇത്ര രാവിലെ അവള് കുളിക്കത്തില്ല. ഞാൻ പറയാം, അവള് ചായ ഉണ്ടാക്കുമായിരിക്കും. അടുക്കള കാണും. കിച്ചു, അടുക്കളയിൽ അവളെ ഇങ്ങോട്ട് വിളി. ഇപ്പൊ വരും. ചേച്ചി, രഞ്ജു ചേച്ചി, രഞ്ജു ചേച്ചി അവിടെ ഇല്ല. അവിടെ ഇല്ലേ? ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും. ഞാൻ വിളിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, നീ അങ്ങോട്ട് വരണ്ട, ഞാൻ പോയി നോക്കിട്ട് വരാം. എന്നാ അമ്മ പോയി നോക്കിട്ട് വാ. വാടാ. രഞ്ജു, 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 ചേച്ചി, രഞ്ജു മോളെ, ഇതെന്ത് പറ്റി? ഒരു യുദ്ധം നടന്ന പോലെ ഉണ്ടല്ലോ. അയ്യോ, ഇവിടെ എന്ത് സംഭവിച്ചു? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. കിഡ്നാപ്പിംഗ് നടന്ന പോലെ ഉണ്ട്. രഞ്ജു മോളെ, രഞ്ജു, 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 ചേച്ചി, ചേച്ചി, രഞ്ജു ഇവിടെ ഇല്ല. അമ്മാവ സത്യം പറ, എന്റെ രഞ്ജുവിന് എന്ത് പറ്റി? അവൾക്ക് എന്ത് പറ്റാ? ഞാൻ പറയാം. എന്നെ ഉപേക്ഷിക്കാൻ അമ്മാവൻ നിർബന്ധിച്ചപ്പോൾ അവൾ വഴങ്ങിയില്ല. അങ്ങനെ നിങ്ങൾ തമ്മിൽ വഴക്കായി. സത്യം പറ, എന്റെ രഞ്ജുവിനെ നിങ്ങൾ എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല, എനിക്കൊന്നും അറിയില്ല. ഈ മുറിയിലില്ല. ഇനി അവൾ വിളി കേൾക്കുമോ അമ്മാവ? മകളെ കൊന്ന അച്ഛൻ തൂക്കിക്കൊല്ലും ഉറപ്പാ. ഹലോ, മിസ്റ്റർ നമ്പ്യാരല്ലേ? അല്ല, അതെ. മകളെ കാണാതെ വേവലാതിപ്പെടുന്നുണ്ടാവും. ഭയപ്പെടണ്ട, മകൾ ഞങ്ങളുടെ പക്കലുണ്ട്. നിങ്ങൾ ആരാ? മകളെ തട്ടിക്കൊണ്ടുപോയവർ ഏതായാലും പൂജാരിയോ പുരോഹിതരാവാൻ വഴിയില്ല. ഞങ്ങൾ പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സാ. പെണ്ണിനെ കിട്ടണമെങ്കിൽ 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ കിട്ടണം. അല്ലെങ്കിൽ പെണ്ണിന്റെ ശവമായിരിക്കും കിട്ടുക. പണം ഞാൻ തരാം, എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടിയാ മതി. പണം എവിടെ എത്തിക്കണമെന്ന് പറ. ആശാനെ, പണം തരാന്ന്. എവിടെ എത്ര? സിറ്റി ടവർ, സിറ്റി ടവർ. ഹലോ, എവിടെ? സിറ്റി ടവർ. സിറ്റി ടവറിന് മുന്നിൽ കൃത്യം 9 മണിക്ക് പണവുമായി എത്തുക. ശരി. എന്താ അമ്മാവ, ആരാ വിളിച്ചത്? അയ്യോ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്റെ മോളെ ആരാ കിട്ടേ? അവരെ ഇപ്പൊ വിളിച്ച് 2 ലക്ഷം രൂപ കൊടുത്തവളെ തിരിച്ചു തരാം. 2 ലക്ഷം 1 ലക്ഷം എന്നല്ലേ പറഞ്ഞത്? 1 ലക്ഷം കൊടുക്കാനുള്ള പാടുള്ളൂ. 2 പറഞ്ഞാൽ 2 ലക്ഷം കൊടുക്കണ്ടേ? പഴയ കാലമാണോ? പഴയ കാലം എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ട് പിന്നെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. വാ, വല്ല സാറ് പോയി എല്ലാം കുഴയും. അമ്മാവൻ ആരാണെന്ന് അവന്മാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ കൊണ്ട് കൊടുക്കാം. അമ്മാവൻ പൈസ തന്നാ മതി. എന്റെ രഞ്ജുവിനെ രക്ഷിക്കുക അമ്മാവാ. കാച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ ചിലപ്പോ കൊത്തുകളയും. കാശ് ഞാൻ തരാം. വാ. സത്യം ശിവം സുന്ദരം. നിങ്ങൾ നിൽക്കുന്നതിന്റെ എതിർവശത്ത് ഞങ്ങളുണ്ട്. പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പണം കൊണ്ടുവന്നിട്ടുണ്ട്. രഞ്ജു എവിടെ? ആദ്യം പണം കാണട്ടെ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓക്കെ, എന്താ ഇങ്ങോട്ട് വരാന്ന്? രഞ്ജു എവിടെ? കുട്ടിയെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. സേഫ് ആയിട്ട് സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട്. പണം തന്നാൽ കുട്ടിയെ തരാം. രഞ്ജു എവിടെ ചോദിച്ചത്? അവളെ തന്നാലേ പണം തരും. അന്ന പണം വേണ്ട, കുട്ടിയെ തരുന്നില്ല. എന്നാ നമുക്ക് പോവാം. ഐ, അപ്പഴത്തെ പോവാന്ന്. ഇതെന്ത് മര്യാദയാണ്? പറഞ്ഞാലും മനസ്സിലാവൂലേ? നിങ്ങൾ പണം തന്നെ, ഞങ്ങൾ കുട്ടിയെ തരാം. ഇത് കുട്ടികളെയല്ല, ഞങ്ങൾ പോലീസിനെ വിളിക്കും. ആർമാരെ, കിഡ്നാപ്പിംഗ് ഞങ്ങളുടെ കൊലത്തൊഴില. അതിലിട്ട് ഞങ്ങൾ അരിവർക്കില്ല. പകൽ സമയത്ത് നടു റോട്ടിൽ വെച്ച് പാർട്ടി എക്സ്ചേഞ്ച് ചെയ്ത പല മണ്ട കിഡ്നാപ്പേഴ്സും ഇന്ന് അകത്താ. ആ പണിക്ക് നമ്മളെ കിട്ടില്ല. പോലീസ് അല്ല, പോലീസിന് ഞങ്ങൾ അറിയിച്ചിട്ടില്ല. അഭ്യാസം ഇറക്കിയാണല്ലേ. കുട്ടിയെ വേണമെങ്കിൽ പണം കിട്ടണം, ഞങ്ങൾ വിശ്വസിക്കാം. നമുക്ക് പോകാം. അതിനെ പോവാ, നിങ്ങൾക്ക് ഇത് തന്നെ പരിപാടി. നിന്നെ തുറന്നു കാണിക്ക്. എന്ത് പറ്റി? കൊടു. ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേന്ന്? എങ്ങനെ? ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്? ഫോളോ മീ, ഫോളോ മീ. ഹലോ. മോളെ കാണാൻ തിടുക്കമായല്ലേ? മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ കൈവശം തന്നെയുണ്ട്. നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? പണം കിട്ടിയില്ലേ? ഇനിയെങ്കിലും എന്റെ മോളെ വിട്ടതാ. പണം കിട്ടിയെന്നോ? ഏത് പണം? 5 ലക്ഷം രൂപ ഉടനെ കിട്ടണം. 5 ലക്ഷോ? 2 ലക്ഷം രൂപയല്ലേ നിങ്ങൾ ചോദിച്ചേ? അത് തന്നില്ലേ? ആർക്ക് തന്നു? ഞങ്ങൾക്ക് തന്നില്ലല്ലോ. ഇത് വേറെ ഗ്യാങ്ങാ. പെണ്ണിപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാ. വിട്ടുതരണമെങ്കിൽ കുരിശുപള്ളിക്ക് അടുത്തുള്ള പഴയ കമ്പനി വളപ്പിൽ പണവുമായി എത്തിയിരിക്കണം. പോലീസിനെയും പട്ടാളത്തിനൊന്നും വിളിക്കാൻ നിൽക്കണ്ട. പെണ്ണിന് ജീവനോടെ വേണമെങ്കിൽ മര്യാദയ്ക്ക് പണമായി വാ. നമ്പ്യാർ സാറേ, നമ്മുടെ രഞ്ജുമോൾ ആകെ കുഴഞ്ഞിടോ. വാ.
തെറ്റി വീഴരുത്. ആ വാ വാ വാ. ആശാനെ, സുന്ദരാശാനെ, ഇവിടെ ഇരുന്നല്ലോ അവരുണ്ടായിരുന്നത്. ആശാനെ, സുന്ദരാശാനെ, രഞ്ജു, ആശാനെ, രഞ്ജു, എവരുടെ എന്റെ രഞ്ജു? ഇവിടെ ആയിരുന്നു സാറിന്റെ ഭാര്യയെ ഞങ്ങൾ വിശ്വസിക്കും. രഞ്ജു എവിടെന്നാ ചോദിച്ചത്? വേഷം കെട്ട് വേണ്ട, സത്യം പറയടാ, എവിടാ രഞ്ജു? വീണ്ടും പണം തട്ടാനുള്ള അടവാണല്ലേ? സത്യം പറയടാ, എന്റെ രഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ കൊല്ലും ഞാൻ എല്ലാത്തിനും. സത്യമാണ് സാർ ഞാൻ പറയുന്നത്. ഈ തൂണിലാ കെട്ടിട്ടിരുന്നത്. ആശാനുണ്ടായിരുന്നു. ഞങ്ങൾ ഗുണ്ടകളൊന്നും അല്ല സാർ. എടാ സത്യശിവ, കുറെ തടി മടന്മാര് വന്ന് എന്നെ തല്ലി ചതച്ച് സാറിന്റെ ഭാര്യ കൂടി കടന്നു കളഞ്ഞു. രഞ്ജു, മീൻ കോർത്തല്ലേ? അയ്യോ അമ്മ, അവനെ തല്ലല്ലേ, അവൻ നമ്മുടെ ആളാ. അവന്മാരാണ് കിഡ്നാപ്പേഴ്സ്. എന്താ വലിച്ച ബാലു നോക്കി നിൽക്കാതെ അടിച്ചൊതുക്കടാ. ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ആൾക്കാരെയും കൂട്ടി വന്നിരിക്കാനോടാ തല്ലാൻ. ഇവൻ പറഞ്ഞിട്ടാ ഞങ്ങൾ ഈ കളിയൊക്കെ കളിച്ചത്. ഇവൻ പറഞ്ഞിട്ടോ? സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടോ വല്യച്ഛ, ഇതൊക്കെ അമ്മയുടെ ഒരു കളിയാ. കളിയോ? പെണ്ണിനെ പിടിച്ചു കെട്ടി തന്ന ചോദിക്കുന്ന കാശേരാവെന്ന് പറഞ്ഞ് ഫോൺ നമ്പർ എന്ന് താനല്ലേ? വല്യച്ചാന്ന് പറഞ്ഞ് മണപ്പിച്ച് നടന്ന് ഇതിനായിരുന്നു അല്ലേ? നിന്നെ ഞാൻ എന്നെ തല്ലരുത്. മനുവിന്റെ കള്ളക്കളി വെളിച്ചത്ത് കൊണ്ടുവരാനാ ഞാൻ ഈ പണിയൊക്കെ ഒപ്പിച്ചത്. എന്റെ കള്ളകളെ മനുഷ്യർ കളിച്ചത്. പാവം മനുഷ്യറിനെ കുറിച്ച് എന്തൊക്കെ ഇയാൾ പറഞ്ഞു നടന്നത് അതെല്ലാം രഞ്ജു ചേച്ചി മുതലാളി വിശ്വസിക്കുകയും ചെയ്തു. ഓഫീസിലായാലും ദിവസം 10 പ്രാവശ്യം സാറിനെ കുറിച്ചും രഞ്ജു ചേച്ചിയെ കുറിച്ചും മാത്രം പറയാറുള്ള മനുഷ്യനെ കുറിച്ചല്ലേ താൻ പറഞ്ഞിട്ടുള്ളത്? പോണ്ടിച്ചേരിയിൽ വെച്ചും ഇയാളല്ല കള്ളകളി കളിച്ചത്. സാരമില്ല കിച്ചു, ഇപ്പൊ സത്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ? എനിക്കത് മതി. എനിക്കത് പോരാ. വർമാജി പോലീസിനെ വിളിക്കണോ? ഇവൻ കുറച്ച് നാൾ അകത്ത് കിടക്കട്ടെ. വേണ്ട മാവാ, തൽക്കാലം പോലീസും പട്ടാളമൊന്നും വേണ്ട. ബാലുവും നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമല്ലേ, അതുകൊണ്ട് ഈ ഒരു തെറ്റ് പൊറുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടില്ലേ മുതലാളി, മനസ്സാറിനോട് ഇത്രയും ദ്രോഹം ചെയ്തിട്ടും ആ മനസ്സ് കണ്ടില്ലേ? പോലീസിനൊന്നും വിളിക്കണ്ട, സാർ ക്ഷമിക്കേ. സാർ ക്ഷമിച്ചു. ആ മോഹൻ കണ്ടാൽ അറിഞ്ഞൂടെ? പോലീസിനെ വിളിക്കില്ല. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. വല്യച്ഛ,
അല്ല അപ്പൊ കിച്ചുവിന്റെ അഖിലയുടെ കാര്യം എന്തായി? അവരുടെ കാര്യം അവര് നോക്കിക്കൊള്ളും, നിന്റെ കാര്യം നീ നോക്കിക്കോ. ദാ ഇനി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം, അല്ലേ അമ്മാവാ? അപ്പൊ എല്ലാവർക്കും സന്തോഷമായല്ലോ. അതങ്ങനെ സന്തോഷവും ഞാൻ കിട്ടാണ് ഞാൻ കിട്ടണ്ടേ. അതിന് ഇവർക്ക് എന്താ കിട്ടാനുള്ളേ? അല്ല നമ്മുടെ കമ്പനിയിൽ ഒരു ജോലി കൊടുക്കാമെന്ന് ഞാൻ ഇവർക്ക് വാക്ക് കൊടുത്തിരുന്നു. അതപ്പോ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ അല്ല അതിന് ഇവർക്ക് എന്ത് പണി അറിയാ? പോക്കറ്റടി പിടിച്ചവരെ ഭവന വേദന. അല്ല പണി കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ പഠിക്കേണ്ടി വരുമെന്ന് പറയുമായിരുന്നു. സമ്മതിക്കും മുതലാളി. സമ്മതിക്കാം അമ്മാവാ. ഇല്ല. അങ്ങനെ കണ്ണീ കണ്ടവർക്കൊക്കെ പണി കൊടുക്കാൻ എനിക്കെന്ത് അവകാശം? പണി കൊടുക്കാനുള്ള അവകാശം നിനക്കല്ലേ? കൊടുത്തോ പണി. അപ്പൊ ഇന്നു മുതൽ കമ്പനിക്ക് പണിയായി. എനിക്കിന്നു